إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഒരിക്കൽ ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു പ്രഭാഷണത്തിൽ തബ്ലീഗിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലെ സംഭവങ്ങളെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി. പറയുകയുണ്ടായി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം നടന്ന യുദ്ധങ്ങളിൽ മിക്കപ്പോഴും മുസ്ലിങ്ങളുടെ അംഗബലം വളരെ കുറവായിരുന്നു. സിറിയ യുദ്ധത്തിൽ മുസ്ലിം പക്ഷം വളരെയധികം കുറവായിരുന്നു. ആയതിനാൽ ഹദ്രത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ വളരെ കൂടുതലാണെന്നും അതുകൊണ്ട് കൂടുതൽ സൈന്യത്തെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നും കത്ത് മുഖേന അഭ്യർത്ഥിക്കുകയുണ്ടായി. ഹദ്രത്ത് ഉമർ സ്ഥിതിഗതികൾ വിലയിരുത്തിയപ്പോൾ പുതിയ സൈന്യത്തെ സജ്ജീകരിക്കുക അസാധ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. കാരണം അറേബ്യയുടെ ചുറ്റുവട്ടത്തുള്ള ഗോത്രങ്ങളിലെ യുവാക്കൾ ഒന്നുകിൽ വധിക്കപ്പെടുകയോ അല്ലെങ്കിൽ സൈന്യത്തിൽ മുമ്പേ തന്നെ ഭാഗവാക്കാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൂടിയാലോചന നടത്താനായി ഒരു സഭ വിളിച്ചുകൂട്ടി. അതിൽ വ്യത്യസ്ത ഗോത്രങ്ങളിൽ നിന്നുമുള്ള വ്യക്തികളെയും പങ്കെടുപ്പിച്ചു. അവരുടെ മുൻപാകെ ഇക്കാര്യം അവതരിപ്പിച്ചു. ഒരു ഗോത്രത്തിൽ നിന്നും കുറച്ചു പേര് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഉടനടി ഹദ്രത്ത് ഉമർ ഒരു ഓഫീസറിനെ ആ ഗോത്രത്തിലെ യുവാക്കളെ ഒരുമിച്ച് കൂട്ടാനായി നിയമിച്ചു. എന്നിട്ട് ഹദ്രത്ത് അബൂ ഉബൈദയോട് 6000 സൈനികരെ അദ്ദേഹത്തെ സഹായിക്കാനായി അയക്കുന്നുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്കകം അവർ അവിടെ എത്തിച്ചേരുമെന്നും എഴുതി അറിയിക്കുകയുണ്ടായി. 3000 പേർ ഇന്ന ഗോത്രങ്ങളിൽ നിന്നുമായി അദ്ദേഹത്തിന്റെ അടുത്തെത്തുമെന്നും ശേഷിച്ച 3000-ന് തുല്യമായി അംർ ഇബ്നു മാദി കറബ് വന്നു ചേരുന്നതാണെന്നും അറിയിച്ചു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മുടെ ഒരു യുവാവിനെ 3000 പേർക്ക് പകരം അയക്കുകയാണെങ്കിൽ ആരും പറയുക ഇതെന്തൊരു ബുദ്ധിശൂന്യമായ കാര്യമാണ്, ഖലീഫയുടെ ബുദ്ധി നശിച്ചു പോയോ എന്നൊക്കെയാണ്. ഒരാൾക്ക് എങ്ങനെ 3000-ന് പകരമാകാൻ സാധിക്കുമെന്ന് അവർ ചോദിക്കും. എന്നാൽ മുസ്ലിങ്ങളുടെ ഈമാൻ വളരെയധികം സുദൃഢമായിരുന്നു. ഹദ്രത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം അത് സൈനികർക്ക് മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാവരും സന്തോഷിച്ചു കൊള്ളുക, നാളെ അംർ ഇബ്നു മാദി കറബ് നിങ്ങളുടെ അടുത്തെത്തുന്നതാണ്. സൈനികരെല്ലാം അടുത്ത ദിവസം വളരെ ആവേശപൂർവ്വം അംർ ഇബ്നു മാദി കറബിനെ വരവേൽക്കുകയും തക്ബീർ ധ്വനി മുഴക്കുകയും ചെയ്തു. അത് കണ്ട് ശത്രുക്കൾ കരുതി മുസ്ലിങ്ങളെ സഹായിക്കാനായി 1-2 ലക്ഷം പേരുടെ സൈന്യം വരുന്നുണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് അവർ ഇത്രയും സന്തോഷിക്കുന്നതെന്ന്. എന്നാൽ അംർ ഇബ്നു മാദി കറബ് മാത്രമായിരുന്നു അപ്പോൾ വന്നിരുന്നത്. ശേഷം 3000 പേരടങ്ങുന്ന സൈന്യവും അവിടെ എത്തി. മുസ്ലിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തി. വാൾ കൊണ്ടുള്ള യുദ്ധത്തിൽ ഒരാൾ 3000 പേരെ എങ്ങനെ നേരിടുമെന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു. പറയുന്നു, വാക്കാലുള്ള വാഗ്വാദത്തിൽ ഒരാൾക്ക് ആയിരക്കണക്കിന് പേരെ തന്റെ ആശയം എത്തിക്കാൻ വേണ്ടി സാധിച്ചേക്കാം. മുസ്ലിങ്ങൾ കാലത്തിന്റെ ഖലീഫയുടെ വാക്കിന് വളരെയധികം പ്രാധാന്യം നൽകി എന്നതാണ് കാര്യം. അതുകൊണ്ടാണ് ഹദരത്ത് ഉമർ അംർ ഇബ്നു മാദി കറബിനെ 3000 സൈനികർക്ക് പകരമായി അയച്ചപ്പോൾ ഒരാൾ എങ്ങനെ 3000 പേരെ നേരിടുമെന്ന ഒരു ആക്ഷേപവും സംശയവും അവർ ഉന്നയിക്കാതിരുന്നത്. അദ്ദേഹത്തെ 3000 പേർക്ക് സമമായി അവർ കണക്കാക്കുകയും പ്രതാപപൂർവമായ വരവേൽപ്പ് നൽകുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ ആ വരവേൽപ്പ് കാരണം ശത്രുക്കൾ ഭയചകിതരാകുകയും 1-2 ലക്ഷത്തിന്റെ സൈന്യം മുസ്ലിങ്ങളെ സഹായിക്കാനായി എത്തി എന്ന് അവർ കരുതുകയും യുദ്ധ മൈതാനത്ത് അക്കാരണത്താൽ അവരുടെ കാലിടറുകയും അവർ പരാജയം സമ്മതിച്ച് പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മളും ഇപ്രകാരം സമാശ്വസിക്കേണ്ടതും ചെറിയ അംഗസംഖ്യയിൽ
സമാശ്വസിക്കേണ്ടതും സംതൃപ്തി അടയേണ്ടതുമാണ്. ഇക്കാര്യം അദ്ദേഹം യൂറോപ്പിലും സ്പെയിനിലും സിസിലിയിലും മറ്റും എങ്ങനെ തബ്ലീഗ് ചെയ്യണം എന്ന് വിവരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ആ സന്ദർഭത്തിലാണ് ഈ സംഭവം വിവരിച്ചത്. ഇനി ഈജിപ്ത് വിജയങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ്. ഫർമ യുദ്ധം അതിന്റെ ഭാഗമാണ്. ഫർമ ഈജിപ്തിലെ ഒരു സുപ്രസിദ്ധ നഗരമായിരുന്നു. ഇത് നൈൽ നദിക്ക് ചേർന്നുള്ള ഉപനദികളിൽ റൂം നദിക്കും ഫലോസി നദിക്കും മുൻവശത്ത് ഒരു പർവ്വത മുകളിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ്. അല്ലാമ ഷിബിലി നുമാനിയുടെ അഭിപ്രായത്തിൽ ബൈത്തുൽ മഖ്ദിസ് വിജയത്തിന് ശേഷം ഹജരത് അംർ ബിൻ ആസിന്റെ നിർബന്ധം കാരണം ഹജരത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോടൊപ്പം 4000 പേരടങ്ങുന്ന സൈന്യത്തെ ഈജിപ്തിന്റെ ഭാഗത്തേക്ക് അയക്കുകയുണ്ടായി. എന്നാൽ ഈജിപ്ത് എത്തുന്നതിന് മുമ്പ് എന്റെ കത്ത് ലഭിക്കുകയാണെങ്കിൽ തിരിച്ചു വരണമെന്ന കൽപ്പനയും നൽകി. അവർ അരീഷ് എത്തിയപ്പോൾ ഹജരത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് അവർക്ക് ലഭിച്ചു. അതിൽ യാത്രാ വിലക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ കൽപ്പന സ്വാഭാവികമായതിനാൽ ഹജരത് അംർ ഇപ്രകാരം പറഞ്ഞു: നമ്മൾ ഈജിപ്തിന്റെ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞല്ലോ. എന്നിട്ട് അവർ അരീഷിൽ നിന്നും ഫർമയിലേക്ക് പോയി. ഇസ്ലാമിക യുദ്ധങ്ങളെ കുറിച്ച് അൽ ഇക്തിഫ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഹജരത് അംർ ബിൻ ആസ് റഫ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഹജരത് ഉമറിന്റെ കത്ത് ലഭിച്ചു. എന്നാൽ ഹജരത് ഉമർ റളിയല്ലാഹു അൻഹു മുൻകൂട്ടി പറഞ്ഞ പോലെ ആ കത്തിൽ മടങ്ങി പോകാനുള്ള നിർദ്ദേശമുണ്ടാകും എന്ന ഭയത്താൽ അദ്ദേഹം സന്ദേശവാഹനിൽ നിന്നും കത്ത് വാങ്ങിയില്ല. അങ്ങനെ യാത്ര മുന്നോട്ട് നയിക്കുകയും റഫായിനും അരീഷിനും ഇടയിലുള്ള ഒരു ഗ്രാമത്തിലെത്തുകയും ആ സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു. അത് ഈജിപ്തിന്റെ തന്നെ അതിർത്തിയാണെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം കത്ത് വാങ്ങുകയും വായിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടൊപ്പമുള്ള മുസ്ലിങ്ങളുമായി തിരികെ വരണമെന്ന് അതിൽ കൽപ്പനയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ കൂടിയവരോട് ചോദിച്ചു: എന്താ, നമ്മൾ ഈജിപ്തിൽ എത്തിയെന്ന് നിങ്ങൾക്കറിയില്ലേ? അവർ എല്ലാവരും പറഞ്ഞു, ശരി, അത് ശരിയാണ്. ശേഷം അദ്ദേഹം പറഞ്ഞു: എനിക്ക് അദ്ദേഹത്തിന്റെ കത്ത് ഈജിപ്തിന്റെ മണ്ണിൽ എത്തുന്നതിന് മുമ്പ് ലഭിക്കുകയാണെങ്കിൽ മാത്രം തിരികെ പോരണം എന്നാണ് ഹദരത്ത് അമീറുൽ മുഅ്മിനീന്റെ കൽപ്പന. എന്നാൽ ഈജിപ്തിൽ എത്തിയതിനു ശേഷമാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഇനി മുന്നോട്ട് തന്നെ ഗമിക്കുക. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നത് ഹദരത്ത് അംർ ബിൻ ആസ് ഫലസ്തീനിലായിരുന്നു അപ്പോൾ എന്നാണ്. അവിടെ നിന്നും അദ്ദേഹം അനുമതിയൊന്നും കൂടാതെ സൈന്യവുമായി ഈജിപ്തിലേക്ക് പോയി എന്നാണ്. അതറിഞ്ഞ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു നീരസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് ഒരു കത്തെഴുതുകയും ചെയ്തു. അരീഷിന് അടുത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ കത്ത് ലഭിച്ചത്. എന്നാൽ അരീഷിൽ പ്രവേശിച്ച ശേഷം മാത്രമേ അദ്ദേഹം ആ കത്ത് വായിച്ചുള്ളൂ. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: അംർ ബിൻ ആസിന്റെ പേരിൽ ഉമർ ബിൻ ഖത്താബ് എഴുതുന്ന കത്ത്. അമ്മ അബാദ്, നിങ്ങൾ സൈന്യവുമായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. അവിടെ റോമക്കാരുടെ ഒരു വലിയ സൈന്യമുണ്ട്. നിങ്ങളുടെ അംഗബലം തുലവും കുറവാണ്. എന്റെ ആയുസ്സുകൊണ്ട് സത്യം, അള്ളാഹു നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ. നിങ്ങൾ ഇപ്പോൾ അങ്ങ് പോയിരുന്നില്ലെങ്കിൽ എത്ര നന്നായേനെ. നിങ്ങൾ ഈജിപ്തിൽ എത്തിയില്ലെങ്കിൽ തിരിച്ചു വരിക. ഫറമയിൽ എത്തുന്നതിന് മുമ്പ് ആ യാത്രയിൽ ഇസ്ലാമിക സൈന്യത്തിന് റോമൻ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നിരുന്നില്ല. ആരുമായും ഏറ്റുമുട്ടലുണ്ടായില്ല. മറിച്ച് പലയിടങ്ങളിലും ഈജിപ്തുകാർ അവർക്ക് സ്വാഗതം ഓതുകയുണ്ടായി. ഫറമയിൽ എത്തിയതിനു ശേഷമാണ് ആദ്യം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടന്നത്. ഇതിനെക്കുറിച്ച് വിവിധ നിവേദനങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ നിവേദനങ്ങളുണ്ട്. എന്നാൽ ഈജിപ്തിന്റെ അതിർത്തി പ്രദേശമായ അരീഷിൽ എത്തിയതിനു ശേഷമാണ് കത്ത് ലഭിച്ചത് എന്ന നിവേദനമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. അല്ലാതെ ഈജിപ്തിൽ എത്തിയതിനു ശേഷം മാത്രമേ കത്ത് തുറക്കുകയുള്ളൂ എന്ന് ഒഴികഴിവ് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തരമില്ല. എന്തായാലും ഈജിപ്തിൽ എത്തിയതിനു ശേഷം യാത്ര എന്തായാലും തുടരേണ്ടിയിരുന്നു. കാരണം വിശ്വാസികൾ ഒരിക്കലും തന്നെ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോയാൽ ഒരിക്കലും പിറകോട്ട് അടിക്കാറില്ല. ഹജരത്ത് അംറിന്റെ കൂടെ ഒരു നിസ്സാര സൈന്യമാണുള്ളതെന്നും അവരുടെ യുദ്ധസന്നാഹങ്ങൾ വളരെ കുറവാണെന്നും അവർക്ക് ഒരുപാട് നാൾ തങ്ങളെ ഉപരോധിക്കാൻ ആകില്ലെന്നും അംഗബലം തങ്ങൾക്കാണ് അവരെക്കാളും കൂടുതലെന്നും അതുപോലെ യുദ്ധ തയ്യാറെടുപ്പുകളും കൂടുതലായി തങ്ങൾക്ക് തന്നെയാണ് ഉള്ളതെന്നും അതുകൊണ്ട് മുസ്ലിങ്ങളെ തങ്ങൾക്ക് തറ പറ്റിക്കാനാകുമെന്നും റോമക്കാർ മനസ്സിലാക്കി. അവർ അങ്ങനെ ഉറച്ചു വിശ്വസിച്ചു. റോമക്കാർ അതുകൊണ്ട് പട്ടണത്തിനകത്ത് കോട്ടയടിച്ചിരിപ്പായി. റോമക്കാരുടെ സൈനിക ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും യുദ്ധക്കോപ്പുകളും അംഗബലവും അവർക്ക് തങ്ങളെക്കാൾ 10 മടങ്ങുണ്ടെന്നും ബോധ്യമാവുകയും ചെയ്തപ്പോൾ ഹജരത്ത് അംർ ബിൻ ആസ് ഫറമയെ അധീനപ്പെടുത്തുന്നതിന് ഒരു പദ്ധതിയിട്ടു. ഒന്നുകിൽ മിന്നലാക്രമണം നടത്തി ചുറ്റുമതിലിന്റെ വാതിലുകൾ തുറക്കണം, അല്ലെങ്കിൽ നഗരവാസികൾ ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതായി വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തു വരുന്നത് വരെ ഉപരോധം തുടർന്ന് ക്ഷമയോടെ കാത്തിരിക്കണം. അങ്ങനെ അവർ ഉപരോധം തുടർന്നു. മുസ്ലിങ്ങളുടെ ഉപരോധം തീവ്രമായിക്കൊണ്ടിരിക്കുകയും അതേസമയം റോമക്കാർ തങ്ങളുടെ വാശിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ ഉപരോധം പല മാസങ്ങളോളം തുടർന്നുപോയി. ചിലപ്പോഴൊക്കെ ചില റോമൻ പട്ടാളക്കാർ പുറത്തേക്ക് വരികയും മിന്നലാക്രമണം നടത്തി പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുമായിരുന്നു. ആ ആക്രമണങ്ങളിൽ വിജയം മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത്. ഒരു ദിവസം ഒരു റോമൻ സംഘം പട്ടണത്തിന് പുറത്തിറങ്ങി മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തു. അപ്പോഴും മുസ്ലിങ്ങൾ വിജയം നേടുകയും റോമക്കാർ പരാജയം ഏറ്റുവാങ്ങി പട്ടണത്തിലേക്ക് പിന്തിരിഞ്ഞോടുകയും ചെയ്തു. മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നു പോയി. മുസ്ലിങ്ങളുടെ വേഗത എത്ര അധികമായിരുന്നെന്നാൽ ചില റോമക്കാർ കോട്ടവാതിലിൽ എത്തുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ എത്തിച്ചേരുകയും നഗര കവാടങ്ങൾ തുറക്കുകയും സ്പഷ്ടമായ വിജയത്തിന് അങ്ങനെ വഴിയൊരുങ്ങുകയും ചെയ്തു. ബിൽബീസ് വിജയത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അതെങ്ങനെ നടന്നു എന്നത് വിവരിക്കാം. ഫറമയ്ക്ക് ശേഷം ഹജരത്ത് അംർ ബിൻ ആസ് ബിൽബീസിലേക്ക് വച്ചുപിടിച്ചു.
റോമൻ സൈന്യം അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു. ഫുസ്താത്തിൽ നിന്നും 30 മൈലുകൾക്കപ്പുറം സിറിയയുടെ ഭാഗത്തേക്കുള്ള ഒരു പട്ടണമാണ് ബിൽബീസ്. മുസ്ലിങ്ങൾ ബാബിലോണിയ കോട്ട വരെ എത്താതിരിക്കാൻ അവർ മാർഗ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ദിയാർ മിസറിന്റെ പഴയ പേരാണ് ബാബിലോണിയ എന്നത്. പ്രത്യേകിച്ച് ഫുസ്താത്ത് നഗരം നിർമ്മിക്കപ്പെട്ട സ്ഥലം മുമ്പ് ബാബിലോണിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റോമൻ സൈന്യം അവിടെ വെച്ചാണ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഹദരത്ത് അമ്ർ ബിൻ ആസ് അവരോട് പറഞ്ഞു, നാളെ പിറ്റേന്ന് നിങ്ങൾ ഒഴികഴിവുമായി വരാതിരിക്കാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഒരു തീരുമാനം അറിയിക്കുന്നത് വരെ നിങ്ങൾ ധൃതി കൂട്ടരുത് യുദ്ധകാര്യത്തിൽ. തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തു നിന്നും അംബാസഡർ ആയിക്കൊണ്ട് അബു മറിയാമിനെ അയക്കുക. അങ്ങനെ അവർ തൽക്കാലം യുദ്ധം നിർത്തിവെച്ചു. അവർ 2 പ്രതിനിധികളെ അയച്ചു. അവർ 2 പേരും ബിൽബീസ്കാരുടെ മതപുരോഹിതന്മാരായിരുന്നു. ഹദരത്ത് അമ്ര അവർക്ക് സമക്ഷം ജിസിയ നൽകുക അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക എന്ന നിബന്ധന വെച്ചു. അതോടൊപ്പം ഈജിപ്തുകാരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദീർഘദർശനങ്ങളും അവരെ കേൾപ്പിച്ചു. അതിപ്രകാരമായിരുന്നു, മുസ്ലിങ്ങൾ ഈജിപ്ത് ജയിച്ചടക്കുന്നതാണ്. ഖിറാത്തിന്റെ പേരിൽ പ്രശസ്തമായ രാജ്യമാണ് ഈജിപ്ത്. മുസ്ലിങ്ങൾ ഈജിപ്തിൽ വിജയം നേടിയാൽ അവിടുത്തുകാരോട് ഔദാര്യപൂർവ്വം പെരുമാറേണ്ടതുണ്ട്. കാരണം മുസ്ലിങ്ങൾ അവരോട് ഉത്തരവാദിത്വവും ബന്ധുത്വവും കാണിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉത്തരവാദിത്വവും ചാർച്ചയും കാണിക്കേണ്ടതുണ്ട് എന്ന് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ആ 2 പ്രതിനിധികളും പറഞ്ഞു, ഇത് വളരെ അകന്ന ബന്ധമാണ്. പ്രവാചകന്മാർക്ക് മാത്രമേ അത്തരം വിദൂര ബന്ധങ്ങൾ നിറവേറ്റാനാകുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്കൂ, ഞങ്ങൾ തിരിച്ചു പോകുകയാണ്. ഹദരത്ത് അമ്ർ ബിൻ ആസ് പറഞ്ഞു, എന്നെ പോലെ ഒരാളെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് 3 ദിവസത്തെ സമയം തരാം. നിങ്ങൾ നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനം അറിയിക്കുക. ഇരുവരും പറഞ്ഞു, 1 ദിവസം കൂടി നീട്ടിത്തരണം. അദ്ദേഹം അവർക്ക് 1 ദിവസം കൂടുതൽ നൽകി. 2 പേരും തിരികെ ചെന്ന് കപ്തികളുടെ നേതാവായ മുക്കവക്കിസിന്റെ അടുത്തേക്കും റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ള ഈജിപ്ഷ്യൻ ഭരണാധികാരി അർത്തബൂനിന്റെ അടുത്തേക്കും ചെന്നു. മുസ്ലിങ്ങളുടെ കാര്യം അവിടെ അവതരിപ്പിച്ചു. അർത്തബൂൻ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. യുദ്ധം ചെയ്യാൻ ഉറച്ച തീരുമാനമെടുക്കുകയും മുസ്ലിങ്ങളെ രാത്രിക്ക് രാത്രി തന്നെ അയാൾ ആക്രമിക്കുകയും ചെയ്തു. അർത്തബൂനിന്റെ സൈന്യത്തെക്കുറിച്ച് പറയപ്പെടുന്നത് അവർ 12,000 പേർ ഉണ്ടായിരുന്നു എന്നാണ്. ആ പോരാട്ടത്തിൽ മുസ്ലിങ്ങളുടെ നല്ലൊരു ശതമാനം തന്നെ ഷഹീദാകുകയുണ്ടായി. റോമക്കാരുടെ 1000 സൈനികർ വധിക്കപ്പെടുകയും 3000 പേർ ബന്ദികളാകുകയും ചെയ്തു. അർത്തബൂൻ മൈതാനം വിട്ടോടി എന്നും ആ യുദ്ധത്തിൽ തന്നെ വധിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു. മുസ്ലിങ്ങൾ അയാളെയും അയാളുടെ സൈന്യത്തെയും അലക്സാണ്ട്രിയയിൽ വെച്ച് പരാജയപ്പെടുത്തി. മുസ്ലിങ്ങൾ ബിൽബീസിൽ 1 മാസം തങ്ങി എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ ഒന്നിക്കുന്നുണ്ട്. ആ സമയത്ത് ഏറ്റുമുട്ടൽ തുടരുകയും മുസ്ലിങ്ങൾക്ക് അവസാന വിജയം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആ യുദ്ധം കഠിനമായിരുന്നോ അല്ലേ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ആ പോരാട്ടത്തിൽ മുസ്ലിങ്ങളുടെ വിവേകത്തെയും സൽസ്വഭാവത്തെയും കുറിക്കുന്ന ഒരു സംഭവം അവിടെ അരങ്ങേറുകയുണ്ടായി. സംഭവിച്ചത് ഇതാണ്: ബിൽബീസിൽ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വിജയം നൽകിയപ്പോൾ അതിൽ മൊക്കോക്കസിന്റെ മകളും ബന്ദിയാക്കപ്പെട്ടിരുന്നു. അവളുടെ പേര് അർമാനൂസ എന്നായിരുന്നു. അവൾ തന്റെ പിതാവിന്റെ പ്രിയ പുത്രിയായിരുന്നു. അവളുടെ പിതാവ് ഹെറാക്ലിയസിന്റെ മകൻ കോൺസ്റ്റന്റൈനുമായി അവളുടെ വിവാഹം നടത്താൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൾക്ക് ആ വിവാഹത്തിന് ഒട്ടും സമ്മതമുണ്ടായിരുന്നില്ല. അക്കാരണത്താൽ അവൾ തന്റെ തോഴികളുമൊത്ത് വിനോദത്തിനായി ബിൽബീസ് വന്നതായിരുന്നു. മുസ്ലിങ്ങൾ അവരെ ബന്ദിയാക്കിയപ്പോൾ അമ്ർ ബിൻ ആസ് എല്ലാ സഹാബാക്കളുമൊത്ത് ഒരു യോഗം ചേരുകയുണ്ടായി. എന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പന ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രഭാഷണം അവിടെ നടത്തി. അതായത് ഔദാര്യത്തിന് പകരമായി ഔദാര്യമല്ലാത്തത് എന്താണ് നൽകുക, ഔദാര്യത്തിന് പകരം ഔദാര്യം തന്നെ ചെയ്യണം എന്ന ഖുർആനിക വചനത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, മക്കൗക്കസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് പാരിതോഷികം അയച്ചിരുന്നു ഒരിക്കൽ. എന്റെ അഭിപ്രായത്തിൽ ഇവളെയും ഇവളോടൊപ്പമുള്ള മറ്റ് സ്ത്രീകളെയും അതുപോലെ ഭൃത്യന്മാരെയും അതുപോലെ നമുക്ക് ലഭിച്ച എല്ലാ സ്വത്തും മുതലും എല്ലാം തന്നെ മക്കൂക്കസിന് അടുത്തേക്ക് തിരിച്ചയക്കുകയാണ് വേണ്ടത്. എല്ലാവരും അമ്ർ ബിൻ ആസിന്റെ അഭിപ്രായത്തെ ശരിവെക്കുകയുണ്ടായി. അങ്ങനെ അമ്ർ ബിൻ ആസ് മക്കൂക്കസിന്റെ മകൾ അർമാനൂസയെ സർവാഭരണ വിഭൂഷിതയായി തന്നെ പരിവാര സമേതം വളരെ ആദരപൂർവ്വം അവളുടെ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. തിരിച്ചു മടങ്ങവേ അർമാനൂസയോട് അവളുടെ തോഴി ചോദിച്ചു, നാം അറബികളാൽ ചുറ്റപ്പെട്ട് കുടുങ്ങിപ്പോയല്ലേ എന്ന്. അപ്പോൾ അർമാനൂസ പറഞ്ഞു, അവരുടെ കൂടാരത്തിൽ ഞാൻ എൻ്റെ ജീവനും അന്തസ്സും കൂടുതൽ സുരക്ഷിതമായി കണ്ടിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ പിതാവിന്റെ കൊട്ടാരത്തിൽ ചെന്നാൽ എൻ്റെ സ്വന്തം ജീവൻ സുരക്ഷിതമാണെന്ന് കരുതുന്നില്ല. അങ്ങനെ അവൾ തന്റെ പിതാവിന്റെ അടുത്ത് തിരികെ എത്തിയപ്പോൾ അവളോടുള്ള മുസ്ലിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അറിഞ്ഞ് അയാൾ അതീവ സന്തുഷ്ടനായി. ദുനൈൻ വിജയമാണ് ഇനി വിവരിക്കാൻ പോകുന്നത്. ബിൽബീസ് വിജയത്തിന് ശേഷം ഹദ്രത്ത് അമ്ർ ബിൻ ആസ് മരുഭൂമിയുടെ അതിർത്തികളിലേക്ക് സൈനിക മുന്നേറ്റം നടത്തുകയും നൈൽ നദീതടത്തിൽ തേരാജാൻ കടലിടുക്കിന്റെ പ്രഭവ സ്ഥാനത്തുള്ള ദുനൈൻ പ്രദേശത്തിനടുത്ത് എത്തുകയും ചെയ്തു. ഇത് സൂയസ് കനാലിനടുത്ത് ഈജിപ്ത് നഗരത്തെ റൂം നദിയുമായി ബന്ധപ്പെടുത്തുന്ന സംഗമ സ്ഥാനമാണ്. ഇന്ന് അവിടെ
കൈറോ പട്ടണത്തിലെ അസ്ബക്കിയ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. അവിടെ ദുനൈൻ നഗരമായിരുന്നു മുമ്പ് സ്ഥിതി ചെയ്തിരുന്നത്. അതിനെ റോമക്കാർ കോട്ടയടിച്ച് ഉപരോധിച്ചിരിക്കുകയായിരുന്നു. അതിനടുത്ത് നൈൽ നദിയുടെ തുറമുഖമായിരുന്നു. ആ തുറമുഖത്ത് ഒരുപാട് കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നു. ഈ നഗരം ബാബിലോണിയക്ക് ഉത്തരഭാഗത്തായിരുന്നു. അത് ഈജിപ്ത് നഗരത്തിന്റെ ഏറ്റവും വലിയ ദുർഗമായിരുന്നു, കോട്ടയായിരുന്നു. അതുകൊണ്ട് തന്നെ ദുനൈൻ ഈജിപ്തുകാർക്ക് പ്രിയപ്പെട്ട നഗരമായിരുന്നു. പൂർവ്വകാലത്ത് അത് ഫറോവകളുടെ തലസ്ഥാന നഗരിയായിരുന്നു. അതിനെ ഏറ്റവും പ്രഥമമായ സൈനിക താവളം ചെക്ക് പോസ്റ്റ് എന്ന് പറയാവുന്നതാണ്. ദുനൈൻ അടുത്ത് ചെന്ന് മുസ്ലിങ്ങൾ തമ്പടിച്ചു. റോമക്കാർ ബാബിലോണിയൻ കോട്ടയിൽ തങ്ങളുടെ മികച്ച പട്ടാളത്തെ മുമ്പേ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ദുനൈന്റെ കോട്ടയെ അവർ സുശക്തമായ നിലയിൽ സംരക്ഷിക്കുകയും യുദ്ധത്തിനുള്ള സർവ്വസന്നാഹങ്ങളും അവിടെ നടത്തുകയും ചെയ്തിരുന്നു. ഹജരത്ത് അംർ ബിൻ ആസിന് രഹസ്യ നീക്കങ്ങൾ വഴി തന്റെ സൈന്യം ബാബിലോണിയ കോട്ടയെ ജയിച്ചടക്കാനോ ഉപരോധിക്കാനോ അപര്യാപ്തമാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം ഒരു സന്ദേശവാഹകന്റെ കയ്യിൽ മദീനയിലേക്ക് ഒരു കത്തയച്ചു. അതിൽ തന്റെ ഈജിപ്ത് യാത്രയുടെ വിവരണവും കോട്ടകളുടെ വിശദാംശങ്ങളും അതുപോലെ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള പോഷക സൈന്യങ്ങളുടെ ആവശ്യകതയും സവിസ്തരം പ്രതിപാദിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം സഹായക സൈന്യങ്ങൾ ഉടൻ എത്തിച്ചേരുമെന്ന് അവിടെ വിളംബരപ്പെടുത്തുകയും സൈന്യത്തിനിടയിൽ വിളംബരപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ദുനൈനിലേക്ക് മുന്നേറ്റം നടത്തുകയും അതിന് ഉപരോധം തീർക്കുകയും കോട്ടക്കകത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും സൈനിക ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ഒക്കെ എത്തിച്ചേരുന്നത് നിർത്തലാക്കുകയും ചെയ്തു. ബാബിലോണിയ കോട്ടയിലുള്ള റോമക്കാർ അവിടേക്ക് വരാൻ തുനിഞ്ഞതേയില്ല. കാരണം ബിൽബീസിൽ അർത്തബോനിന്റെ പര്യവസാനം അവർ കണ്ടതായിരുന്നു. അതുപോലെ തുറന്ന മൈതാനത്ത് വെച്ച് അറബികളുമായി പോരാടിയാൽ വിജയിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കുകയും അവർ ചെയ്തിരുന്നു. ദുനൈന്റെ സൈന്യം വല്ലപ്പോഴേക്ക് പുറത്തു വരികയും നിഷ്ഫലമായ ആക്രമണങ്ങൾ കാഴ്ചവെച്ച് പിൻവാങ്ങുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആഴ്ചകളോളം അപ്രകാരം കടന്നുപോയി. ആ ഇടയ്ക്ക് ഖിലാഫത്തിന്റെ ദർബാറിൽ നിന്നും ആദ്യത്തെ പോഷക സൈന്യം പുറപ്പെട്ടു എന്നും ഇന്നോ നാളെയോ അത് എത്തിച്ചേരുമെന്നുമുള്ള വാർത്ത മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. ആ വാർത്ത കാരണം മുസ്ലിങ്ങൾക്ക് കൂടുതൽ ധൈര്യവും ശക്തിയും പകരുമാറായി. ഹജരത്ത് ഉമർ ഇസ്ലാമിക സൈന്യത്തിന് സഹായം എത്തിക്കാനായി 4000 സൈനികരെ അയക്കുകയുണ്ടായി. 1000 പേർക്ക് ഓരോ അമീർ എന്ന നിലയിൽ ഹജരത്ത് ഉമർ നിയമിച്ചിരുന്നു. അമീറുമാരുടെ പേരുകൾ ഇപ്രകാരമായിരുന്നു: ഹജരത്ത് സുബൈർ ബിൻ അവ്വാം, ഹജരത്ത് മിഗ്ദാദ് ബിൻ അസ്വദ്, ഹജരത്ത് ഉബാദ് ബിൻ സാമിദ്, ഹജരത്ത് മുസ്ലിമ ബിൻ മഖ്ലദ് എന്നിങ്ങനെയായിരുന്നു. ഒരു നിവേദനത്തിൽ ഹജരത്ത് മസ്ലമ ബിൻ മഖല്ലദിന് പകരം ഖാരിജ ബിൻ ഉസാഫ എന്നും വന്നിട്ടുണ്ട്. ഈ പോഷക സൈന്യം അയക്കുമ്പോൾ ഹജരത്ത് ഉമർ ഹജരത്ത് അംർ ബിൻ ആസിന് ഒരു കത്തും എഴുതുകയുണ്ടായി. അതിൽ ഇപ്രകാരം എഴുതി: ഇപ്പോൾ നിങ്ങളോടൊപ്പം 12000 മുജാഹിദീങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അംഗബലം കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല. റോമൻ യോദ്ധാക്കളോടൊപ്പം മുസ്ലിങ്ങളെ നേരിടാനായി കപ്തികളും പോയിരുന്നു. ഇരു സൈന്യങ്ങളും തമ്മിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. ഹജരത്ത് അംർ ബിൻ ആസ് വളരെ യുക്തിപൂർവ്വം തന്റെ സൈന്യത്തെ 3ആയി വിഭജിച്ചിരുന്നു. എന്നിട്ട് ഒരു വിഭാഗത്തെ ജബൽ അഹ്മറിനടുത്ത് ഒളിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ വിഭാഗത്തെ ദുനൈനടുത്ത് നൈൽ നദിയുടെ തീരത്ത് ഒരിടത്ത് നിർത്തിയിരുന്നു. ബാക്കിയുള്ള സൈനികരുമായി ശത്രുവുമായുള്ള പോരാട്ടത്തിന് വേണ്ടി പുറപ്പെട്ടിരുന്നു. 2 സൈന്യവുമായി ഘോര യുദ്ധം നടക്കുന്ന സമയത്ത് ജബൽ അഹ്മറിൽ മറഞ്ഞിരുന്ന സൈന്യം പിന്നിൽ നിന്നും ആക്രമണം നടത്തി. അത് ശത്രുക്കളുടെ സൈനിക സംവിധാനത്തെ തന്നെ താറുമാറാക്കി. അവർ ദുനൈനിലേക്ക് ഓടി ഒളിച്ചു. അവിടെ ഇസ്ലാമിക സൈന്യത്തിന്റെ 2ാമത്തെ വിഭാഗം അവരെ വഴിമുടക്കാനായി നിലകൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ റോമൻ സൈന്യം മുസ്ലിങ്ങളുടെ 3 സൈനിക വിഭാഗങ്ങളുടെയും ഇടയിൽ കുരുങ്ങുകയും ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. വിവിധ യുദ്ധവിജയങ്ങൾ സംബന്ധിച്ചുള്ള വിവരണത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ദുനൈൻ വിജയത്തിന് ശേഷം ഹജരത്ത് അംർ ബിൻ ആസ് ആദ്യമായി യുദ്ധവിജയം നേടിയത് ഫയൂം പ്രദേശത്തായിരുന്നു. ആ പ്രദേശത്തെ സൈന്യാധിപൻ ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. തുടർന്ന് ഐനു ഷംസിൽ വച്ച് മുസ്ലിങ്ങൾ റോമക്കാരെ നേരിട്ടു. അതിനു മുമ്പ് 8000 മുജാഹിദീങ്ങളുടെ ഒരു സൈന്യം ഹജരത്ത് അംർ ബിൻ ആസിന്റെ അടുത്ത് ഹജരത്ത് ഉമർ അയച്ചിരുന്നു. അതിന്റെ പടനായകത്വം ഹജരത്ത് സുബൈർ ബിൻ അവ്വാമിനായിരുന്നു. അതിൽ ഹജരത്ത് ഉബാദ് ബിൻ സാമിദ്, ഹജരത്ത് മിഗ്ദാദ് ബിൻ അസ്വദ്, മസ്ലമ ബിൻ മുഖല്ലദ് തുടങ്ങിയവരുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചു. അതിനുശേഷം ഫയൂം പ്രവിശ്യ മുഴുവനായും മുസ്ലിങ്ങളുടെ അധീനതയിലായി. മുസ്ലിം സൈന്യത്തിന്റെ ഒരു ഭാഗം മനൂഫിയ പ്രവിശ്യയിലെ 2 പട്ടണങ്ങളെ ഇസ്രീബ്, മനൂസ് എന്നിവിടങ്ങളിൽ വിജയം കണ്ടു. ബാബിലോണിയ കോട്ട അല്ലെങ്കിൽ ഫുസ്താത്ത് കോട്ടയുടെ യുദ്ധവിജയത്തെക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു: ദുനൈൻ വിജയത്തിന് ശേഷം ഹജരത്ത് അംർ ബിൻ ആസ് ബാബിലോണിയയിലേക്ക് നീങ്ങി അവിടെ ശക്തമായ ഉപരോധം തീർത്തു. ആ പ്രദേശത്തിന്റെ പേര് ഫുസ്താത്ത് എന്നാണ്. ആ പേര് വന്നതിന്റെ കാരണം ഇപ്രകാരം വിവരിക്കപ്പെടുന്നു: അറബിയിൽ കൂടാരത്തിനെയാണ് ഫുസ്താത്ത് എന്ന് വിളിക്കുന്നത്. ഹജരത്ത് അംർ ബിൻ ആസ് കോട്ട കീഴടക്കിയ ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോകാനുള്ള ആദേശം നൽകിയപ്പോൾ യാദൃശ്ചികമായി അദ്ദേഹത്തിന്റെ കൂടാരത്തിൽ ഒരു പ്രാവ് കൂടുകൂട്ടിയിരുന്നു. അദ്ദേഹം അത് കണ്ടപ്പോൾ ആ കൂടാരം അഴിക്കേണ്ടതില്ല എന്ന് കൽപ്പിച്ചു. ഹജരത്ത് അംർ അലക്സാണ്ട്രിയയിൽ നിന്നും തിരിച്ചു വന്ന് ആ കൂടാരത്തിനടുത്ത് ഒരു പട്ടണം അധിവസിപ്പിച്ചു. അതുകൊണ്ട് ആ പട്ടണത്തിന്റെ പേര് ഫുസ്താത്ത് എന്നറിയപ്പെട്ടു. ആ കോട്ടക്കകത്തുണ്ടായിരുന്ന സുരക്ഷാ ഭടന്മാരുടെ എണ്ണം 5000 മുതൽ 6000 വരെയാണ് പറയപ്പെടുന്നത്. അവർ പൂർണ്ണമായും ആയുധ സജ്ജീകരണങ്ങളോടെ നിലകൊണ്ടിരുന്നു. ഹജരത്ത് അംർ ബാബിലോണിയ കോട്ടയെ വളഞ്ഞു ഉപരോധിച്ചു. അലക്സാണ്ട്രിയ കഴിഞ്ഞാൽ ഇത് ഏറ്റവും ശക്തമായ കോട്ടയായിരുന്നു.
ചുടുകട്ടകളാൽ അത് നിർമ്മിതമായിരുന്നു. അതുപോലെ 4 വശത്തു നിന്നും നൈൽ നദിയുടെ വെള്ളം അതിലേക്ക് പ്രവഹിച്ചിരുന്നു, കടത്തിവിട്ടിരുന്നു. നൈൽ നദീ തടത്തിൽ സ്ഥിതി ചെയ്തിരുന്നതിനാൽ കപ്പലുകളും വഞ്ചികളും കോട്ടവാതിലുകൾക്ക് സമീപം നങ്കൂരമിട്ടിരുന്നു. അതുകൊണ്ട് ഭരണകൂട ആവശ്യങ്ങൾക്ക് വളരെ ഉചിതമായ സ്ഥലമായിരുന്നു അത്. ഈ സുശക്തമായ കോട്ടയെ ആക്രമിക്കാൻ മാത്രം അവശ്യ സാധനങ്ങൾ അറബികളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അവർ അതിനൊട്ടും തയ്യാറുമായിരുന്നില്ല. അതുകൊണ്ട് ഹസ്രത്ത് അമ്ര ആദ്യം അതിനെ ഉപരോധിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഈജിപ്ത് ഭരണകൂടത്തിന്റെ സിൽബന്ദിയായ മക്കൂക്കസ് ഹസ്രത്ത് അമ്ര ബിൻ ആസിന് മുമ്പ് തന്നെ കോട്ടയിൽ എത്തിച്ചേർന്നിരുന്നു. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും നടത്തുകയായിരുന്നു. ഹസ്രത്ത് സുബൈർ കുതിരപ്പുറത്തേറി കിടങ്ങിന് 4 വശവും ചുറ്റി നിരീക്ഷിക്കുകയും ആവശ്യമുള്ളിടങ്ങളിലൊക്കെ വേണ്ട സൈന്യങ്ങളെയും കുതിരപ്പടയാളികളെയും വിന്യസിക്കുകയും ചെയ്തു. ഈ ഉപരോധം 7 മാസം തുടർച്ചയായി ഉണ്ടായി. ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. ആയിടക്ക് റോമൻ സൈന്യം വല്ലപ്പോഴും കോട്ടയ്ക്ക് പുറത്തു വന്ന് യുദ്ധം ചെയ്യുകയും തിരിച്ചു പോകുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് മക്കൂക്കസ് അമ്ര ബിൻ ആസിന്റെ അടുത്തേക്ക് സന്ധി സംഭാഷണത്തിനും പലപ്പോഴൊക്കെ ഭീഷണിപ്പെടുത്താനും വേണ്ടി ഇടയ്ക്കിടെ തന്റെ പ്രതിനിധികളെ അയക്കുമായിരുന്നു. ഹജരത്ത് അമ്ര ബിൻ ആസ് ഹജരത്ത് ഉബാദ ബിൻ സാമിത്തിനെ പ്രതിനിധിയായി അയച്ചു. സന്ധി ചെയ്യാനായി വെറും 3 നിബന്ധനകൾ മാത്രം മുന്നോട്ടേക്ക് വെച്ചു. ഒന്നുകിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം, അല്ലെങ്കിൽ ജിസിയ നൽകാൻ തയ്യാറാകണം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇവയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്ന് അറിയിച്ചു. രഞ്ജിപ്പിനുള്ള വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചു. മക്കൂക്കസ് ജിസിയ നൽകാൻ തയ്യാറായി. അക്കാര്യത്തിനായി സ്വയം ഹെറാക്ലിയസിന്റെ അടുത്ത് ചെന്ന് അനുമതി തേടാൻ പോയി. എന്നാൽ അയാൾ അത് ശക്തമായി നിഷേധിച്ചു. മാത്രവുമല്ല, മക്കൗക്കസിനോട് അയാൾക്ക് അക്കാര്യത്തിൽ ഉഗ്രകോപമുണ്ടാക്കുകയും അയാൾക്ക് ശിക്ഷയെന്നോണം അയാളെ നാടുകടത്തുകയും ചെയ്തു. ബാബിലോണിയ കോട്ട വിജയം ഒരുപാട് നീണ്ടപ്പോൾ ഹസരത്ത് സുബൈർ ബിൻ അവ്വാം പറഞ്ഞു, ഞാൻ ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ ജീവൻ ഉപഹാരമായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അത് മുഖേന മുസ്ലിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതും പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായി അദ്ദേഹം ഏണി വെച്ച് കോട്ട മതിലിന് മുകളിലേക്ക് കയറി. ഏതാനും സഹാബാക്കളും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. മതിലിന് മുകളിൽ എല്ലാവരും കയറി തക്ബീർ ധ്വനി മുഴക്കി. അവരോടൊപ്പം താഴെയുണ്ടായിരുന്ന മുഴുവൻ സൈന്യവും തക്ബീർ ഏറ്റുചൊല്ലി. അക്കാരണത്താൽ കോട്ടക്കകത്തെ ഭൂമി പ്രകമ്പനം കൊണ്ടു. മുസ്ലിങ്ങൾ കോട്ടകത്ത് പ്രവേശിച്ചു എന്ന് കരുതി ക്രിസ്ത്യാനികൾ വിരളി പിടിച്ച് പരക്കം പാഞ്ഞു. ഹദരത്ത് സുബൈർ മതിലിൽ നിന്നും താഴെ ഇറങ്ങി കോട്ടവാതിൽ തുറന്നു. മുഴുവൻ സൈന്യവും അകത്തേക്ക് വരികയും യുദ്ധം ചെയ്ത് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഹദരത്ത് അമ്ര ബിൻ ആസ് അവർക്ക് അഭയം നൽകാനായി ഒരു നിബന്ധന വെച്ചു. കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി റോമൻ സൈന്യത്തിന് അവിടെ വിട്ടു പോകാവുന്നതാണ്. എന്നാൽ ബാബിലോണിയ കോട്ടക്കകത്തുള്ള ഭക്ഷണ കലവറയിൽ നിന്നോ ആയുധ ശേഖരങ്ങളിൽ നിന്നോ ഒന്നും തന്നെ സ്പർശിക്കാവതല്ല. കാരണം അതെല്ലാം മുസ്ലിങ്ങളുടെ ഗനീമത്ത് മുതലാണ്. അതിനുശേഷം ഹദരത്ത് അമ്ര ബിൻ ആസ് ബാബിലോണിയ കോട്ടയുടെ താഴികക്കുടങ്ങളും ഉയർന്നതും ബലവത്തുമായ മതിലുകളും പൊളിച്ചു കളഞ്ഞു. ബാബിലോണിയ കോട്ട വിജയത്തിനു ശേഷം ഇസ്ലാമിക സൈന്യം ഈജിപ്തിലെ വിവിധ പ്രദേശങ്ങളെയും ഇതര കോട്ടകളെയും അതിജയിക്കുകയുണ്ടായി. അവയിൽ സുപ്രധാനമായിട്ടുള്ളവ തർനൂത്ത്, നക്യൂസ്, സുൽത്തൈസ്, കിരിയൂൻ എന്നിവയാണ്. ഇനി അലക്സാണ്ട്രിയ വിജയ വിവരണമാണ്. ഇതേക്കുറിച്ച് ഇപ്രകാരം വന്നിരിക്കുന്നു. പുസ്താത്ത് വിജയാനന്തരം അലക്സാണ്ട്രിയ ജയിച്ചടക്കാനുള്ള അനുവാദം ഹദരത്ത് ഉമർ നൽകുകയുണ്ടായി. അലക്സാണ്ട്രിയക്കും പുസ്താത്തിനുമിടയിലുള്ള കിരിയൌനിൽ വച്ച് റോമക്കാരുമായി മുസ്ലിങ്ങളുടെ ഒരു കൊടും യുദ്ധം നടക്കുകയും മുസ്ലിങ്ങൾക്ക് അതിൽ വിജയം ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അലക്സാണ്ട്രിയ വരെ റോമക്കാർ മുസ്ലിങ്ങളുമായി പോരിന് വന്നില്ല. മുക്കൗക്കസ് ജിസിയ നൽകി സന്ധി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ റോമക്കാർ അയാൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി. അതുകൊണ്ട് അയാൾ ഹദരത്ത് അമ്ര ബിൻ ആസിന് അയാളും കിപ്തികളും അയാളുടെ ജനതയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നും ആയതിനാൽ അവർക്ക് നാശം ഒന്നും വരുത്തി വെക്കരുതെന്നും സന്ദേശം അയച്ചു. കിപ്തികളും അയാളുടെ ജനതയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചതുപോലെ അവർ അതിൽ നിന്ന് വിട്ടുനിന്നു. മാത്രമല്ല, അവർ ഇസ്ലാമിക സൈന്യത്തെ പിന്താങ്ങുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുകയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികളിൽ ഏർപ്പെടുകയും ചെയ്തു. അലക്സാണ്ട്രിയ ഉപരോധ വേളയിലും കിപ്തികൾ മുസ്ലിങ്ങൾക്ക് സൈനിക സഹായം ചെയ്തു കൊടുക്കുകയുണ്ടായി. അലക്സാണ്ട്രിയയുടെ പ്രാധാന്യം ഇക്കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാം. അവിടെ യുദ്ധവിജയം നടക്കുന്ന സമയത്ത് ആ പട്ടണം തലസ്ഥാന നഗരമായിരുന്നു. കോൺസ്റ്റാന്റിനേപ്പിളിന് ശേഷം റോമൻ സാമ്രാജ്യത്തിന്റെ 2ാമത്തെ വലിയ നഗരമായി കണക്കാക്കപ്പെട്ടിരുന്നത് ബൈസന്റൈൻ ആയിരുന്നു. അതുകൂടാതെ ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക നഗരവും അതുതന്നെയായിരുന്നു. തങ്ങളുടെ പട്ടണത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചാൽ അതിന്റെ പരിണിതഫലം അതിഭയാനകമായിരിക്കുമെന്ന് ബൈസന്റൈൻകാർക്ക് നന്നായി അറിയാമായിരുന്നു. ആ വിഷമസന്ധിയിൽ ഹെറാക്ലിയസ് പറഞ്ഞത് അറബികൾ അലക്സാണ്ട്രിയ കീഴടക്കിയാൽ പിന്നെ റോമക്കാർക്ക് നാശം സംഭവിക്കുമെന്നായിരുന്നു. അലക്സാണ്ട്രിയയിൽ മുസ്ലിങ്ങളുമായുള്ള പോരാട്ടത്തിനായി വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഹെറാക്ലിയസ് നേരിട്ടായിരുന്നുവെന്ന് നടത്തിയിരുന്നത്. എന്നാൽ ആ തയ്യാറെടുപ്പ് വേളയിൽ തന്നെ അയാൾ മരണപ്പെടുകയും അയാളുടെ മകൻ കോൺസ്റ്റന്റൈൻ രാജാവാകുകയും ചെയ്തു. ചുറ്റുമതിലുകളുടെ പേരിലും പ്രൗഢഗംഭീരമായ കെട്ടിടങ്ങളുടെ പേരിലും സുരക്ഷാ ഭടന്മാരുടെ ആധിക്യം കാരണത്താലും പ്രതിരോധാടിസ്ഥാനത്തിൽ അലക്സാണ്ട്രിയ അതുല്യമായി നിലകൊണ്ടിരുന്നു. അലക്സാണ്ട്രിയ ഉപരോധം 9 മാസങ്ങളോളം തുടർന്നു. അക്കാരണത്താൽ ഹസ്രത്ത് ഉമർ വളരെയധികം ചിന്താകുലനായി. അതുകൊണ്ട് അദ്ദേഹം, നിങ്ങൾ അവിടെ സുഖലോലുപതയിൽ മുഴുകി കാണും, അല്ലാതെ വിജയത്തിന് ഇത്രയും ദൈർഘ്യം ഉണ്ടാകില്ലെന്ന്
കത്തെഴുതി അയക്കുകയുണ്ടായി. അതുപോലെ ആ സന്ദേശം ലഭിച്ചയുടൻ മുസ്ലിങ്ങളോട് ജിഹാദിന് വേണ്ടി അവരെ ഉത്ബോധിപ്പിക്കണമെന്നും ആക്രമണത്തിന് ഉത്തരവ് നൽകണമെന്നും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹജരത് ഉമറിന്റെ ഈ കത്ത് വായിച്ച് കേൾപ്പിച്ച ശേഷം ഹജരത് അമ്ര ബിൻ ആസ് ഹജരത് ഉബാദ ബിൻ സാമിത്തിനെ വിളിപ്പിക്കുകയും യുദ്ധവൈജയന്തി അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. യുദ്ധക്കൊടി നൽകി മുസ്ലിങ്ങൾ ശക്തമായ ആക്രമണം നടത്തുകയും ആ നഗരം ജയിച്ചടക്കുകയും ചെയ്തു. ആ സമയത്ത് ഹജരത് അമ്ര മദീനയിലേക്ക് ദൂതനെ അയക്കുകയും പരമാവധി വേഗത്തിൽ അവിടെ ചെന്ന അമീറുൽ മോമിനീന് വിജയ സുവാർത്ത അറിയിക്കാൻ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്തു. ദൂതൻ പല സ്ഥലങ്ങളും താണ്ടി അവസാനം മദീനയിലെത്തി. മദീനയിലെത്തിയപ്പോൾ ഒട്ടകപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്. ഉച്ച സമയം ആയിരുന്നു മദീനയിലെത്തിയപ്പോഴേക്കും. ഈ സമയം വിശ്രമവേളയാണെന്ന് കരുതി അയാൾ ഖലീഫയുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം നേരെ മസ്ജിദ് നബവിയിലേക്ക് പോയി. യാദൃശ്ചികമെന്നോണം ഹജരത് ഉമറിന്റെ ഒരു ഭൃത്യ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആരാണ് താങ്കൾ എന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും അവൾ തിരക്കി. അലക്സാണ്ട്രിയയിൽ നിന്നും താൻ വരുന്നതാണെന്ന് മറുപടി നൽകി. അപ്പോൾ തന്നെ ആ സ്ത്രീ ഹജരത് ഉമറിനെ ചെന്ന് കാര്യം അറിയിക്കുകയും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നുകൊണ്ട് താങ്കളെ അമീറുൽ മോമിനെ വിളിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. ഹജരത് ഉമർ റളിയല്ലാഹു കൂടുതൽ കാത്തിരിക്കാതെ സ്വയം അങ്ങോട്ട് പോകാൻ ഒരുങ്ങുകയായിരുന്നു. മേലങ്കി ശരിയാക്കുമ്പോഴേക്കും അവിടെ ദൂതൻ എത്തിച്ചേർന്നു. വിജയ വാർത്ത കേട്ടതും ഹജരത്ത് ഉമർ നിലത്ത് സുജൂദിൽ വീണ് അള്ളാഹുവിന് നന്ദി അറിയിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നും പള്ളിയിലേക്ക് വരികയും അസ്സലാത്തുൽ ജാമി എന്ന് വിളംബരപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ടതും മദീന മുഴുവനും അങ്ങോട്ട് പ്രവഹിച്ചു. എല്ലാവർക്കും മുമ്പാകെ ദൂതൻ യുദ്ധവിജയ കാര്യം വിശദമായി വിവരിച്ചു. ശേഷം ഹജരത് ഉമറിനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന് മുമ്പാകെ ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. തുടർന്ന് ഹജരത് ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നേരെ എൻ്റെ അടുത്തേക്ക് വന്നില്ല? അപ്പോൾ അയാൾ പറഞ്ഞു, താങ്കൾ വിശ്രമിക്കുകയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നീ എന്നെക്കുറിച്ച് അങ്ങനെ കരുതി? ഞാൻ പകൽ കിടന്നുറങ്ങിയാൽ പിന്നെ ഖിലാഫത്തിന്റെ ഉത്തരവാദിത്വം ആര് നിർവഹിക്കാനാണ്? അലക്സാണ്ട്രിയ വിജയത്തോടുകൂടി ഈജിപ്ത് മുഴുവനും ഇസ്ലാമിന് മേൽക്കോയ്മ ലഭിച്ചു. ഈ യുദ്ധങ്ങളിലൊക്കെയായി ഒരുപാട് പേർ ബന്ദികളായി ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെ ഹജരത് ഉമർ ഹജരത് അമ്രിന് നൽകിയ നിർദ്ദേശം അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടാനും തങ്ങളുടെ ഇഷ്ടപ്രകാരം അവർക്ക് മുസ്ലിങ്ങളാകാനോ അല്ലെങ്കിൽ സ്വന്തം മതത്തിൽ തുടരാനോ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയണം എന്നുമായിരുന്നു. അതുപോലെ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അവർക്ക് മറ്റു മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉണ്ടാകുന്നതാണെന്നും അല്ലാത്ത പക്ഷം ദിമ്മികളെ പോലെ അവർക്കും ജിസിയ നൽകേണ്ടതായി വരും എന്നും അറിയിച്ചു. ഹജരത് ഉമറിന്റെ ഈ നിർദ്ദേശം അവർക്ക് മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിക്കുകയും ഒരുപാട് പേർ തങ്ങളുടെ മതത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. ആരെങ്കിലും ഇസ്ലാം മത പ്രഖ്യാപനം നടത്തുമ്പോഴൊക്കെ മുസ്ലിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ക്രിസ്തു മതത്തിൽ തുടരുന്നു എന്ന് ആരെങ്കിലും പ്രഖ്യാപനം ചെയ്താൽ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെല്ലാം തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ച് ഒച്ച വെക്കുകയും അതേസമയം മുസ്ലിങ്ങൾ ഉദാസീനരാകുകയും ചെയ്യുമായിരുന്നു. അലക്സാണ്ട്രിയ ലൈബ്രറി അഗ്നിക്കിരയാക്കിയ സംഭവം പൗരസ്ത്യവാദികൾ ഓറിയന്റലിസ്റ്റുകൾ വളരെയധികം കൊട്ടിഘോഷിക്കാറുണ്ട്. അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നതാണ്. അലക്സാണ്ട്രിയ വിജയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വിരോധികൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ ഗ്രന്ഥകർത്താക്കൾ ഒരു ആക്ഷേപം ഉന്നയിക്കാറുള്ളത് ഹജരത് ഉമർ അലക്സാണ്ട്രിയയിൽ ഉണ്ടായിരുന്ന ഒരു ബൃഹത്തായ ഗ്രന്ഥശേഖരത്തെ കത്തിച്ച് കളയാൻ ആജ്ഞാപിച്ചു എന്നാണ്. ഈ ആക്ഷേപം മുഖേന മുസ്ലിങ്ങൾ നഊദുബില്ല വിജ്ഞാനത്തിനും വിവേകത്തിനും എതിർ നിൽക്കുന്ന പ്രതിലോമവാദികളാണെന്നും ഉള്ള ഒരു പ്രതീതി ഉളവാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം ശത്രുപക്ഷത്തു നിന്നും ഉണ്ടാകാറുണ്ട്. അലക്സാണ്ട്രിയയിൽ കത്തിച്ച പുസ്തകശേഖരം എത്ര വിപുലമായിരുന്നെന്നാൽ 6 മാസങ്ങളോളം അത് കെടാതെ കത്തി എന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ ആരോപണം യുക്തിയുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തികച്ചും വ്യാജവും കെട്ടിച്ചമച്ചപ്പെട്ടതുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവർ പറയുന്ന സമുദായത്തിന്റെ, അതായത് ഇസ്ലാമിന്റെ നാഥനും അള്ളാഹുവും അതുപോലെ നേതാവും അതായത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുള്ളത് ത്വൽബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, അതായത് അറിവ് സമ്പാദനം എല്ലാ മുസ്ലിമിനും നിർബന്ധ കടമയാണെന്നാണ്. അതുപോലെ ഉത്ലുബുൽ ഇൽമ വലോ ബിസ്സീൻ, അതായത് ചൈനയിൽ പോകേണ്ടി വന്നാലും അറിവ് സമ്പാദിക്കുക എന്നാണ് മുസ്ലിങ്ങൾക്ക് ലഭിച്ച കൽപ്പന. അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അറിവ്, യുക്തി, വിചിന്തനം, മനനം എന്നിവയെക്കുറിച്ചുള്ള ഡസൻ കണക്കിന് കൽപ്പനകളും ആയത്തുകളും ഉണ്ട്. അത്തരം ജനങ്ങളെക്കുറിച്ച് ഗ്രന്ഥാലയം കത്തിച്ചു കളഞ്ഞു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത് ബുദ്ധിയുടെയും യുക്തിയുടെയും തത്വങ്ങൾക്ക് നിരക്കാത്തതാണ്. അതുകൂടാതെ ഒരുപാട് ഗവേഷകർ ഇക്കാര്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ക്രിസ്തീയ ഗവേഷകരും യൂറോപ്യൻ ഗവേഷകരും ഉൾപ്പെടുന്നു. അലക്സാണ്ട്രിയ ഗ്രന്ഥാലയത്തിന് മുസ്ലിങ്ങൾ തീവച്ച സംഭവം പൂർണ്ണമായും കെട്ടിച്ചമച്ച പൊള്ളയായ കഥയാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ഒരു പണ്ഡിതൻ മുഹമ്മദ് റിസ തന്റെ ഗ്രന്ഥമായ സീറത്ത് ഉമർ ഫാറൂഖിൽ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അലക്സാണ്ട്രിയയിൽ തീവച്ചു എന്ന ആരോപണം അബുൽ ഫർജ് മലത്തിയാണ് ഉന്നയിച്ചിട്ടുള്ളത്. അയാൾ ഈ സംഭവം ഒരു ചരിത്ര ഗ്രന്ഥമായ മുഖ്തസിർ ദുവലിൽ ആണ് എഴുതിയിരിക്കുന്നത്. ഈ ചരിത്രകാരൻ ക്രിസ്തബ്ദം 1226 ജനിച്ചത്.
അതുപോലെ 1286 മരണപ്പെട്ടത്. അയാൾ എഴുതിയിരിക്കുന്നു, വിജയത്തിന് ശേഷം യോഹന്ന അന്നഹ്വി എന്ന കിബ്തി പാതിരിയെ ഇക്കാര്യവുമായി ബന്ധപ്പെടുത്തുന്നുണ്ടെന്നാണ്. യഹ്യ എന്ന പേരിലാണ് അയാൾ മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത്. അയാൾ വിശ്വാസപരമായി ക്രിസ്തീയ വിഭാഗമായ യാക്കോബായക്കാരനാണ്. പിൽക്കാലത്ത് അയാൾ ക്രിസ്ത്യാനികളുടെ ത്രിയേകത്വ വിശ്വാസത്തിൽ നിന്നും അകലുകയുണ്ടായി. അയാൾ അംർ ഇബ്നു ആസിനോട് രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും യുക്തിജ്ഞാനത്തിന്റെ ലോജിക്കിന്റെ ഗ്രന്ഥങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഹദരത്ത് ഉമറിൽ നിന്നും അനുമതി നേടിയതിനു ശേഷമേ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹദരത്ത് അംർ ഇബ്നു ആസ് പറഞ്ഞു. ഇതൊരു നുണക്കഥ ആണെങ്കിലും ഈ ആക്ഷേപത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടെ പൂർണ്ണമായും ഇത് വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഹദരത്ത് ഉമർ ഇപ്രകാരം മറുപടി നൽകി, താങ്കൾ ചോദിക്കുന്ന ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങൾ, അതിന്റെ കണ്ടന്റുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് അനുസൃതമാണെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളത് തന്നെ നമുക്ക് മതിയായതല്ലേ. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങളുടെ ആവശ്യം നമുക്ക് അവശേഷിക്കുന്നില്ല. അതുപോലെ അവയിലുള്ള ഉള്ളടക്കം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന് ഘടകവിരുദ്ധമാണെങ്കിൽ അവയുടെ ആവശ്യമൊട്ടും നമുക്ക് അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ഗ്രന്ഥങ്ങൾ താങ്കൾ നശിപ്പിച്ച് കളയുക. ഹദരത്ത് അംർ ഇബ്നു ആസ് അലക്സാണ്ട്രിയയിലെ ചൂടുവെള്ളമുള്ള കുളിപ്പുരകളിൽ വെച്ച് ആ ഗ്രന്ഥങ്ങളെ വകതിരിച്ച് വെക്കുകയും അവിടെ ഉണ്ടായിരുന്ന അടുപ്പുകളിലിട്ട് അവ കത്തിക്കുകയും അങ്ങനെ 6 മാസങ്ങൾ കൊണ്ട് അവയെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ഈ നിവേദനത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളായ താരിഖ് തബരി, താരിഖ് ഇബ്നു അസീർ, താരിഖ് യാക്കൂബ്, താരിഖ് കിന്ദി, താരിഖ് ബിലാദിരി, താരിഖ് ഇബ്നു ഖുൽദൂൻ എന്നിവയിൽ ഒന്നും തന്നെ ഒരു പരാമർശവും നമുക്ക് ലഭിക്കുന്നില്ല. അബുൽ ഫർജ് മാത്രമാണ് ക്രിസ്തബ്ദം 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, അതായത് ഹിജ്റ വർഷം 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു സ്രോതസ്സുകളും ഒരു റെഫറൻസും രേഖപ്പെടുത്താതെ ഇക്കാര്യം എഴുതിയിട്ടുള്ളത്. ലൈബ്രറി അഗ്നിക്കിരയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വർഷമായ ക്രിസ്തബ്ദമായ 642 യോഹന്ന നഹ്വി ജീവിച്ചിരുന്നേയില്ല എന്ന് അയാളെക്കുറിച്ച് പര്യവേക്ഷണം നടത്തിയതിനു ശേഷം പ്രൊഫസർ ബട്ട്ലർ എഴുതിയിട്ടുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പ്രതിപാദിച്ചിട്ടുള്ളത് എന്തെന്നാൽ യോഹന്ന നഹ്വി 5-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 6-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് ജീവിച്ചിരുന്നത് എന്നാണ്. ഈജിപ്ത് വിജയം 7-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് നടന്നതെന്നും എല്ലാവർക്കും അറിയാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ മരിച്ചു പോയിരുന്നു എന്ന പ്രൊഫസർ ബട്ട്ലറിന്റെ വാദം ശരിയാണെന്ന് വരുന്നു. അതായത് ഇതൊരു കള്ളക്കഥയാണെങ്കിലും ആരുമായി ബന്ധപ്പെടുത്തിയാണോ ഈ സംഭവം പറയപ്പെടുന്നത് അയാൾ പോലും ആ സമയത്തിന് മുമ്പ് തന്നെ മരിച്ചു പോയിരിക്കുന്നു എന്ന് തെളിയുന്നു. പ്രൊഫസർ ഇസ്മായിലിന്റെ നിവേദനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഡോക്ടർ ഹസൻ ഇബ്രാഹിം എഴുതുന്നത് എന്തെന്നാൽ ആ സമയത്ത് അലക്സാണ്ട്രിയയിൽ ലൈബ്രറി തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്തെന്നാൽ ജൂലിയസ് സീസറിന്റെ സൈന്യം BC 47 യാതൊരു കാരണവുമില്ലാതെ അതിന്റെ വലിയൊരു ഭാഗം കത്തിച്ചു കളഞ്ഞിരുന്നു. അതിന്റെ 2-ാം ഭാഗവും ആ കാലത്ത് തന്നെ നശിച്ചു പോയിരുന്നു. ഈ സംഭവം ട്യൂഫിൽ പാതിരിയുടെ കൽപ്പനയാൽ 4-ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. പ്രൊഫസർ ബട്ട്ലർ പറയുന്നത് എന്തെന്നാൽ അബുൽ ഫർജിന്റെ കഥ ചരിത്ര രേഖകളുടെ വെളിച്ചത്തിൽ തീർത്തും അടിസ്ഥാനരഹിതവും അപഹാസ്യകരവുമാണ്. ഗ്രന്ഥങ്ങൾ കത്തിക്കണം എന്ന് തന്നെയാണെങ്കിലും കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അത് കത്തിച്ച് കളയാമായിരുന്നു. 6 മാസം കൊണ്ട് അത് കത്തിച്ച് കളഞ്ഞു എന്ന് വരികയാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ അതിൽ പല ഗ്രന്ഥങ്ങളും മോഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. അറബികൾ അവിടെ എന്തെങ്കിലും നാശനിഷ്ടങ്ങൾ വരുത്തിയതായി അറിവ് ലഭിക്കുന്നില്ല. ഗിബൻ എഴുതുന്നു, ഇസ്ലാമിക അധ്യാപനങ്ങളിലും ഈ നിവേദനത്തിന് കടകവിരുദ്ധമാണ്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് യുദ്ധവേളയിൽ ലഭിക്കുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മതഗ്രന്ഥങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും കത്തിക്കുക അനുവദനീയമല്ല എന്നാണ്. അതുപോലെ ഫിലോസഫി, പദ്യവിജ്ഞാനീയം, മതവിജ്ഞാനം എന്നിവയ്ക്ക് പുറമെയുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇസ്ലാമിന്റെ പാഠം അവയൊക്കെ എന്തായാലും പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ്. അതിന് ഇസ്ലാം ഊന്നൽ നൽകുന്നുമുണ്ട്. മുസ്ലിങ്ങൾ ജയിച്ച പ്രദേശങ്ങളിലുള്ള ദേവാലയങ്ങളും അത് സംബന്ധിച്ച മറ്റു കാര്യങ്ങളും നശിപ്പിക്കുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. മാത്രമല്ല ദിമ്മികൾക്ക് പോലും മതസ്വാതന്ത്ര്യം അവർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിരിക്കെ അമീറുൽ മോമിനീൻ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു അലക്സാണ്ട്രിയ ഗ്രന്ഥശേഖരത്തെ അഗ്നിക്കിരയാക്കാൻ കൽപ്പിക്കുമെന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണോ? ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥം തസ്ദീഖ് ബറായിനെ അഹമ്മദിയയിൽ ഈ ആക്ഷേപത്തെ പ്രതിപാദിച്ച് സവിസ്തരം മറുപടി നൽകിയിട്ടുണ്ട്. അദ്ദേഹം അരുൾ ചെയ്യുന്നു, ഫൈലൂനസ് ഹക്കീം, ഫാസിൽ അജൽ എന്നിവർ പറഞ്ഞത് പ്രകാരം സർവ്വസൈന്യാധിപൻ ഹദരത്ത് അംർ ബിൻ ആസ് ഹദരത്ത് അമീറുൽ മോമിനീനോട് അതായത് ഹദരത്ത് ഉമർ ഖലീഫ സാനിയോട് ഈ ഗ്രന്ഥശാലയെ കുറിച്ച് മാർഗനിർദ്ദേശം തേടി. അപ്പോൾ ഖലീഫ അത് ഉടനടി കത്തിച്ച് കളയണം എന്ന് എഴുതി അറിയിച്ചു. 6 മാസക്കാലം ആ ചുടുവെള്ളത്തിന്റെ കുളിപ്പുരകളിൽ ഈ പുസ്തകങ്ങൾ കത്തിയമർന്നു. ഇങ്ങനെയാണ് ശത്രുക്കൾ
ആക്ഷേപിക്കുന്നത്. ഈ ആക്ഷേപം സത്യത്തിൽ പാദ്രി സാഹിബുമാരുടെ ഭാഗത്തു നിന്നും പടച്ചു വിട്ടപ്പെട്ടതാണ്. അവർ കൃത്രിമമായി ചമച്ചുണ്ടാക്കിയതാണ്. അതിൽ യാതൊരു യാഥാർത്ഥ്യത്തിന്റെ അംശവുമില്ല. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറയുന്നു, അനുവാചകർ ഇതേക്കുറിച്ച് നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ശീലം ഇസ്ലാമിൽ അനുവർത്തിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അനുഗ്രഹീത ഖിലാഫത്ത് കാലഘട്ടത്തിൽ തുടക്കം മുതൽക്കേ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പരിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ചേനെ. കാരണം ഈ രണ്ട് മതങ്ങളെയുമാണ് ഇസ്ലാം പ്രധാനമായി അഭിസംബോധന ചെയ്യുന്നത്. അതിനുശേഷം മജൂസികൾക്ക് മേൽ, അതായത് അഗ്നിപൂജകർക്ക് മേലും ഇസ്ലാമിന് ആധിപത്യം ലഭിക്കുകയുണ്ടായി. എന്നാൽ ചരിത്രത്തിൽ ഒരിടത്തും മുസ്ലിങ്ങൾ അവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങളെ, മതഗ്രന്ഥങ്ങളെ കത്തിച്ചതായി രേഖപ്പെട്ട് കാണുന്നില്ല. ഇനി ഈ പ്രവൃത്തി ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഖലീഫമാരിൽ സ്ഥായിയായ നിലയിൽ അനുശീലിക്കപ്പെട്ടതാണെങ്കിൽ അത് എന്നേക്കുമായി ഇപ്പോഴും അതിന്റെ കാര്യകാരണങ്ങളെങ്കിലും നിലനിൽക്കേണ്ടത് ഇസ്ലാമിൽ അനിവാര്യമാണ്. അങ്ങനെ ചെയ്യാൻ ആണെങ്കിലോ ഇസ്ലാമിന് അപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു പറയുന്നു, മതഗ്രന്ഥങ്ങൾ കത്തിക്കുക എന്നത് മുസ്ലിം രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ സാധാരണ മുസ്ലിങ്ങളുടെയോ പ്രവർത്തനങ്ങളിൽ പെട്ടതാണെങ്കിൽ ഒരിക്കലും തന്നെ ഗ്രീക്ക് തത്വശാസ്ത്രം, ഗ്രീക്ക് വൈദ്യശാസ്ത്രം, ഇതര ഗ്രീക്ക് വിജ്ഞാന മേഖലകൾ എന്നിവയുടെ ഗ്രന്ഥവിവർത്തനങ്ങൾ അറബിയിൽ സാധ്യമാകുമായിരുന്നില്ല. മൂന്നാമത്തെ കാരണം, തഖ്സീബ് ബറാഹിന അഹമ്മദിയ എഴുതിയ വ്യക്തി തന്റെ രാജ്യത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണിക്കേണ്ടതുണ്ടായിരുന്നു. അയാൾക്ക് സമുദ്രം താണ്ടി അലക്സാണ്ട്രിയ വരെ പോകേണ്ട കാര്യമേ ഉണ്ടാകുമായിരുന്നില്ല. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു അൻഹു തഖ്സീബ് ബറാഹിന അഹമ്മദിയ എന്ന ഗ്രന്ഥത്തിനുള്ള മറുപടി എന്നോണമാണ് ഈ കാര്യം തസ്ദീഖ് ബറാഹിന അഹമ്മദിയിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം എഴുതുന്നു, ഇന്ത്യയിൽ ഏതൊക്കെ ഗ്രന്ഥങ്ങളാണോ അങ്ങനെ കത്തിച്ചത് എന്ന് ആർക്കെങ്കിലും എടുത്തു കാണിക്കാൻ സാധിക്കുമോ? നാലാമത്തെ കാര്യം, 700 വർഷത്തിൽ പരം ഇസ്ലാം ഇന്ത്യയിൽ ഭരണം നടത്തി. എന്നാൽ ആ കാലയളവിൽ ഒന്നും തന്നെ, അതുപോലെ ഇന്നും പരിശുദ്ധ മതഗ്രന്ഥങ്ങളായി കണക്കാക്കപ്പെടുന്ന ഭാഗവതം, രാമായണം, ഭഗവത്ഗീത, മഹാഭാരതം, അതുപോലെ ലങ്കപുരാണം, മാർക്കണ്ഡേയ പുരാണം തുടങ്ങിയ വിഖ്യാത ഗ്രന്ഥങ്ങൾ ഒന്നും തന്നെ കത്തിച്ചതായ ഒരു വിവരണവും ആർക്കും ലഭിച്ചിട്ടില്ല. ഇന്നും ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ വിഖ്യാതവും വിശ്രുതവും അതുപോലെ പരിശുദ്ധ മതഗ്രന്ഥങ്ങളായി അംഗീകരിക്കപ്പെടുന്നതുമാണ്. മാത്രമല്ല ആ ഗ്രന്ഥങ്ങളിൽ ചിലതിന്റെ അറബി ഭാഷാന്തരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ കത്തിക്കുന്നവരാണെന്ന് കരുതുന്നത് എന്ന് ഓർത്ത് അതിശയം തോന്നുന്നു. നീതിപൂർവ്വം ചിന്തിച്ചു നോക്കുക. ആ ആക്ഷേപത്തിന് മറുപടിയായി തസ്ദീഖ് ബറാഹിന അഹമ്മദി എന്ന ഗ്രന്ഥത്തിൽ ഹദരത്ത് മൗലാന അബ്ദുൽ കരീം സാഹിബ് ഇങ്ങനെ ഒരു കുറിപ്പ് ചേർത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഈ സംഭവത്തെക്കുറിച്ച് ഗവേഷണം നടക്കുന്നതിന് മുമ്പ് വരെ, അതുപോലെ യഥാർത്ഥ സ്ഥിതിഗതികൾക്ക് മേൽ വെളിച്ചം വീഴുന്നത് വരെ മുസ്ലിങ്ങൾക്ക് മേൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു കൊണ്ടിരുന്നു. എന്നാൽ നീതിപ്രകൃതരും സത്യപ്രേമികളുമായ പണ്ഡിതന്മാർ ഒഴികെ വളരെ കുറച്ചു പേർ മാത്രമേ ഈ നിരർത്ഥകമായ ആക്ഷേപം ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നുള്ളൂ. ഈ ആക്ഷേപത്തിനുള്ള കാരണം മിക്കപ്പോഴും മതവിദ്വേഷമോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ ഒക്കെയാണ്. മാത്രമല്ല ആ സമയത്ത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചവരുടെ പക്കൽ പോലും ശരിയായ പ്രമാണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഈ കെട്ടുകഥ വിവരിച്ച രണ്ട് ചരിത്രകാരന്മാരും ഈ സംഭവത്തിന് 580 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിച്ചത് തന്നെ. അതുപോലെ അവരുടെ പക്കൽ മുമ്പുള്ള ഒരു പ്രമാണവും ഇതേക്കുറിച്ച് ഉണ്ടായിരുന്നുമില്ല. അലക്സാണ്ട്രിയ ലൈബ്രറിയെ കുറിച്ച് ഗവേഷണം നടത്തി പല ഗ്രന്ഥങ്ങളും രചിച്ച സെയിന്റ് ക്രായെ ഈ നിവേദനത്തെ തീർത്തും വ്യാജമാണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രന്ഥങ്ങൾ ജൂലിയസ് സീസറിന്റെ യുദ്ധം നടക്കുമ്പോഴാണ് അഗ്നിക്കിരയായത് എന്നും അറിയാൻ സാധിക്കും. ലൈഫ് ഓഫ് സീസർ എന്ന ഗ്രന്ഥത്തിൽ പ്ലൂട്ടാർക്ക് ഇപ്രകാരം എഴുതുന്നു, ജൂലിയസ് സീസർ ശത്രുക്കൾ കൈവശപ്പെടുത്തിയാൽ എന്ന ഭയത്താൽ തന്റെ യുദ്ധക്കപ്പലുകൾക്ക് തീ കൊളുത്തുകയുണ്ടായി. ആ തീ പടർന്നു പിടിച്ച് അലക്സാണ്ട്രിയയുടെ മഹത്തായ ഗ്രന്ഥകേന്ദ്രത്തിലും എത്തുകയും അതിനെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തു. ഡിക്ഷണറി ഓഫ് ഡേറ്റ്സ് റിലേറ്റിംഗ് ടു ഓൾ ഏജസ് എന്ന ഗ്രന്ഥത്തിൽ ഹേഡൻ ഈ നിവേദനത്തെ പൂർണ്ണമായും ഖണ്ഡിക്കുന്നുണ്ട്. അതുപോലെ തന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഒരു നോട്ടും അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഇപ്രകാരം എഴുതുന്നു, ഈ കഥ തികച്ചും സംശയാസ്പദമാണ്. ഇസ്ലാമിന് വിരുദ്ധമായ ഗ്രന്ഥങ്ങൾ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു നശിപ്പിക്കണമെന്ന് പറഞ്ഞതും മുസ്ലിങ്ങൾ അതിന് സമ്മതിച്ചില്ല എന്നും ആണ് വന്നിട്ടുള്ളത്. ആ വിവരണം തന്നെ സംശയാസ്പദമാണ്. ചിലരാകട്ടെ ഇക്കാര്യം അലക്സാണ്ട്രിയയിലെ ബിഷപ്പായ ക്യൂഫ്ലീസുമായി ചേർത്താണ് പറയുന്നത്. അത് ക്രിസ്തബ്ദം 391 സംഭവമാണെന്ന് പറയുന്നു.
ചിലരാകട്ടെ അത് കർദിനാൾ ജെമിനിസിന്റെ നെറ്റിയിലാണ് ചാർത്തുന്നത്. അക്കാര്യം ക്രിസ്തബ്ദം 1500 നടന്നത്. തുടർന്ന് എഴുതുന്നു, വിഖ്യാതനും ധീരനും മായ ഡോക്ടർ ലൈറ്റ്നർ തന്റെ ഗ്രന്ഥമായ സനീനുൽ ഇസ്ലാമിൽ ഈ തെറ്റായ നിവേദനത്തെ പിന്തുടരുന്നുണ്ട്. അത് രേഖപ്പെടുത്തുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. കഷ്ടമെന്ന് പറയട്ടെ, ഡോക്ടർ സാഹിബിന് തന്റെ ഗവേഷണത്തിൽ പിഴവ് പറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജോൺ വില്യം ഡ്രേപ്പർ തന്റെ വിഖ്യാത ഗ്രന്ഥത്തിൽ ഇക്കാര്യം തെറ്റായ നിവേദകരിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അക്കാര്യത്തിൽ തെറ്റുപറ്റിയതായി സമ്മതിച്ചുകൊണ്ട് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഥാർത്ഥത്തിൽ ഈ ഗ്രന്ഥങ്ങൾ ജൂലിയസ് സീസറിന്റെ യുദ്ധത്തിലാണ് കത്തി നശിച്ചത്. അതുകൊണ്ട് തന്നെ ആ ആക്ഷേപം പൊള്ളയാണെന്നും വെറും കെട്ടുകഥയാണും എന്ന് ദൃഢവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്നതാണ്. ഇനി ആർക്കെങ്കിലും ഇത്തരം കാര്യത്തിൽ ഓർത്ത് വിലപിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവം സത്യമായി നടന്നിട്ടുണ്ട്. മതവിദ്വേഷിയായ കർദിനാൾ ജെമിനീസ് 80,000 അറബി കയ്യെഴുത്തു പ്രതികൾ ഗ്രന്ഥങ്ങൾ ഗ്രാനഡയിലെ മൈതാനങ്ങളിൽ വെച്ച് അഗ്നിജ്വാലകൾക്ക് ഇരയാക്കുകയുണ്ടായി. അക്കാര്യം ഓർത്തായിരിക്കണം പുസ്തകപ്രേമികൾ വിലപിക്കേണ്ടത്. സ്പെയിൻ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ടപ്പോൾ, ക്രിസ്ത്യാനികളുടെ ആധിപത്യം അവിടെ സ്ഥാപിതമായപ്പോൾ ഗ്രാനഡയിലെ ലൈബ്രറിയിലെ 80,000 ഗ്രന്ഥങ്ങൾ അഗ്നിക്കിരയ്ക്കപ്പെട്ടു. ഇസ്ലാമിന് മേൽ ആരോപണം ഉന്നയിക്കുന്നവർ ഈ കാര്യത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞു വിലപിക്കേണ്ടത്. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ റെഫറൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ലൈബ്രറി കത്തിച്ചതിനെ കുറിച്ചുള്ള വിവരണം. ഈ ആരോപണത്തിന്റെ യാഥാർത്ഥ്യം ഇതാണ്. ബർക്ക അതുപോലെ തറാബ്ലസ് വിജയങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് ഇനി നടത്താനുള്ളത്. ഈജിപ്തിൽ ആധിപത്യം ലഭിച്ചതിനു ശേഷം അവിടെ ക്രമസമാധാനം നിലനിർത്തുകയും അനന്തരം അമ്ർ ബിൻ ആസ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അങ്ങോട്ടേക്ക് യാത്ര തുടരുകയും ചെയ്തു. ആ ഭാഗത്ത് നിന്നും ഇസ്ലാം ജയിച്ചടിച്ച പ്രദേശങ്ങളിലേക്ക് ഒരു അപകടവും വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. ബർക്ക, തറാബ്ലസിൽ ഈ സ്ഥലങ്ങളിൽ കുറച്ച് റോമൻ സൈന്യം കോട്ടയ്ക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. അവസരം കിട്ടുമ്പോൾ അവർ ജനങ്ങളെ ഇളക്കി വിടാനായി പുറത്തു വരുമായിരുന്നു. അവർ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അലക്സാണ്ട്രിയക്കും മൊറോക്കോയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് ബർക്ക എന്നറിയപ്പെടുന്നത്. ആ പ്രദേശത്തെ ഒരുപാട് പട്ടണങ്ങളും ഗ്രാമങ്ങളും ജനനിബിഡമായി തന്നെ നിലകൊള്ളുന്നുണ്ട്. അമ്ർ ബിൻ ആസ് ഹിജ്റ 22 തന്റെ സൈന്യവുമായി ബർക്കയിലേക്ക് പോയി. അലക്സാണ്ട്രിയയിൽ നിന്നും ബർക്ക വരെയുള്ള വഴി പച്ചളിപ്പുള്ളതും ഹരിതാപവും അതുപോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതുവരെ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ഒരു യുദ്ധ തന്ത്രത്തെയും നേരിടേണ്ടി വന്നില്ല. അവിടെ എത്തിയപ്പോൾ ജനങ്ങൾ ജിസിയ നൽകി സന്ധി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ബർക്കക്കാർ സ്വയം തന്നെ ഈജിപ്ത് ഗവർണറുടെ അടുത്ത് ചെന്ന് തങ്ങളുടെ ടാക്സ് അടക്കുമായിരുന്നു. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നും ആർക്കും തന്നെ അവരുടെ ഭാഗത്തേക്ക് അക്കാര്യത്തിനായി പോകേണ്ടതായി വന്നില്ല. പടിഞ്ഞാറ് ഭാഗത്തുള്ളവരിൽ ഏറ്റവും സാധാരണക്കാരായ നിഷ്കളങ്കരായ ആൾക്കാരായിരുന്നു അവർ. അവിടെ യാതൊരു തരത്തിലുള്ള കലാപവും കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അമ്ർ ബിൻ ആസ് അവിടെ നിന്നും പുറപ്പെട്ട് തറാബ്ലസിന്റെ ഭാഗത്തേക്ക് നീങ്ങി. അത് വളരെ സുരക്ഷിതവും സുശക്തവുമായ കോട്ടകളുള്ള പട്ടണമായിരുന്നു. അവിടെ വമ്പിച്ച ഒരു റോമൻ സൈന്യം ഉണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളുടെ വരവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ സ്വയം തന്നെ കോട്ടവാതിലുകൾ അടിച്ച് മുസ്ലിങ്ങളുടെ ഉപരോധം സഹിക്കാൻ തയ്യാറായി. ഈ ഉപരോധം 1 മാസം നീണ്ടു നിന്നു. മുസ്ലിങ്ങൾക്ക് യാതൊരു അപകടവും ഉണ്ടായില്ല, എന്നാൽ വിജയവും ലഭിച്ചില്ല. തറാബ്ലിസിന്റെ പിറകുവശത്ത് പട്ടണവുമായി ചേർന്ന് ഒരു സമുദ്രം ഒഴുകുന്നുണ്ടായിരുന്നു. സമുദ്രത്തിനും പട്ടണത്തിനും ഇടയിൽ ചുറ്റുമതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടം മുസ്ലിങ്ങൾക്ക് ആ രഹസ്യം അറിയാനിടയായി. അവർ പിറകുവശത്തുകൂടെ സമുദ്രമാർഗേന പട്ടണത്തിൽ പ്രവേശിച്ചു. അവർ ഉറക്കെ തക്ബീർ ധ്വനി മുഴക്കി. അപ്പോൾ അവിടെയുള്ള സൈന്യത്തിന് തങ്ങളുടെ കപ്പലുകളിൽ കയറി അഭയം തേടാതെ മറ്റൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. അവർ പിന്തിരിഞ്ഞോടിയപ്പോൾ അമ്ർ ബിൻ ആസ് അവരെ പിറകിൽ നിന്നും പിടികൂടി ആക്രമിച്ചു. കപ്പലുകളിൽ കയറി രക്ഷപ്പെട്ടവർ രക്ഷപ്പെട്ടു, ബാക്കിയുള്ളവരെല്ലാം തന്നെ വാളിനിരയായി. പട്ടണത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും സ്വത്തുവകകളും എല്ലാം മുസ്ലിങ്ങൾക്ക് ഗനീമത്ത് മുതലായി ലഭിച്ചു. തറാബ്ലസിൽ വിജയം നേടിയ ശേഷം തന്റെ സൈന്യത്തെ സമീപ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം വിന്യസിച്ചു. പടിഞ്ഞാറ് പ്രദേശങ്ങളിലെ വിജയങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ട്യൂണിസ്, ആഫ്രിക്ക എന്നിവയിലേക്ക് ശ്രദ്ധിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് സയ്യിദ്ന ഹദ്റത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം ഇപ്രകാരം കത്തെഴുതി. ഇതേക്കുറിച്ചൊക്കെ കത്തെഴുതി. എന്നാൽ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സൈന്യത്തെ ഒരു പുതിയ ദൗത്യത്തിന് വേണ്ടി അയക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും സിറിയ മുതൽ തറാബ്ലസ് വരെ പെട്ടെന്ന് തന്നെ വിജയം നേടിയതുകൊണ്ട് പരാജിത പ്രദേശങ്ങളിൽ നിന്നും, അതായത് ഇസ്ലാം
കീഴടക്കിയ പ്രദേശങ്ങളിൽ പരിപൂർണ സമാധാനാന്തരീക്ഷം കൈവരാത്തത് കൊണ്ട് തന്നെ പുതിയൊരു യുദ്ധ ദൗത്യത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിക സൈന്യത്തോട് തരാബ്ലസിൽ തന്നെ തങ്ങുവാൻ കൽപ്പന നൽകി. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണപ്രദേശം വിദൂര പ്രദേശങ്ങളുടെ അതിർത്തികൾ സ്പർശിക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം കിഴക്ക് ജിഹൂൻ നദിയും സിന്ധ് നദിയും മുതൽ പടിഞ്ഞാറ് ആഫ്രിക്കയിലെ മരുഭൂമികൾ വരേക്കും, അതുപോലെ വടക്ക് ഏഷ്യ മൈനറിലെ മലകളും ആർമീനിയം മുതൽ തെക്ക് ബഹ്റുൽ കാഹിലും ബഹ്റുൽ നോബിയും വരെ ഒരു ആഗോള സാമ്രാജ്യ രൂപത്തിൽ ലോക ഭൂപടത്തിൽ ഉദിച്ചു വരികയുണ്ടായി. നോബ എന്നത് ഈജിപ്തിന്റെ തെക്കൻ പ്രദേശമാണ്. വളരെ വിശാലമായ ആ പ്രദേശത്ത് വിവിധ ജനതകളും മതങ്ങളും സമുദായങ്ങളും സംസ്കാരങ്ങളും നാഗരികതകളും വളർന്നു പന്തലിക്കുകയുണ്ടായി. അതായത് ഇസ്ലാമിക ഭരണകൂടം വെറും ഈജിപ്ത് പ്രദേശങ്ങളിൽ മാത്രമായിരുന്നില്ല ആധിപത്യം നേടിയത്, മറിച്ച് ഈ പറഞ്ഞ എല്ലാ പ്രദേശങ്ങളും അതിൽ ഉൾപ്പെടുന്നു. മുസ്ലിം ഭരണത്തിന് കീഴിൽ വിവിധ ജനതകളും സംസ്കാരങ്ങളും നാഗരികതകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ഇസ്ലാമിന്റെ നീതിയുടെയും കാരുണ്യത്തിന്റെയും തണലിൽ ശാന്തി സമാധാനത്തോടെ ജീവിതം കഴിച്ചുകൂട്ടി. ഇസ്ലാം അതിന്റെ വിശ്വാസാദർശങ്ങൾക്കും ആരാധനാനുഷ്ഠാനങ്ങൾക്കും സാംസ്കാരിക നാഗരികതകൾക്കും ഒക്കെ തന്നെ വളരെയധികം എതിർ നിൽക്കുന്നവർക്കും തീർത്തും വിഭിന്നമായ നിലയിൽ സ്ഥിതി കൊള്ളുന്നവർക്കും ഒക്കെ തന്നെ അവരുടെ അവകാശങ്ങൾ പൂർണ്ണമായും അനുവദിച്ചു കൊടുക്കുകയും അവരുടെ ജീവിതങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കുകയും ചെയ്തു. യുദ്ധ സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങളുടെ ആരാധനയുടെ നിലവാരം എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുന്നു: ലോകത്ത് എല്ലാ വസ്തുക്കളും കാര്യങ്ങളും പടിപടിയായിട്ടാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നത്. വലിയ വലിയ പ്രവർത്തികൾ തന്നെ പൊടുന്നനെ സംഭവിക്കുന്നതല്ല, അവ ക്രമേണയാണ് പുരോഗതി കൈവരിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും എല്ലാ മുസ്ലിങ്ങളും താജ്ജുദ് നമസ്കരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സാവകാശം അവർക്ക് ആ ശീലം ഉണ്ടായി വരികയായിരുന്നു. അങ്ങനെ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ യുദ്ധത്തിന്റെ ദിനങ്ങളിൽ പോലും മുസ്ലിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഇടയ്ക്ക് തഹജ്ജുദ് ഒഴിവാക്കിയിരുന്നു എന്ന് നിവേദനങ്ങളിലുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധവേളകളിൽ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റും ഇരിക്കാം, എഴുന്നേറ്റെന്നും വരാം, എന്നാൽ എഴുന്നേൽക്കാത്ത സംഭവങ്ങളും നിവേദനങ്ങളിൽ കാണാം. എന്നാൽ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ യുദ്ധത്തിന്റെ ദിനങ്ങളിലും തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഹെറാക്ലിയസ് മുസ്ലിങ്ങൾക്ക് നേരെ രാത്രി കടന്നാക്രമണം നടത്താൻ വേണ്ടി ആലോചനയിട്ടു. അക്കാര്യത്തെക്കുറിച്ച് വാദപ്രതിവാദങ്ങളും അവർ നടത്തി. അവസാനം അവർ തീരുമാനിച്ചത് ആക്രമണം നടത്തേണ്ട എന്നാണ്. കാരണം മുസ്ലിങ്ങൾക്ക് നേരെ രാത്രി ആക്രമണം നടത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം അവർ രാത്രി ഉറങ്ങുന്നില്ല, മറിച്ച് തഹജ്ജുദ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യവും തഹജ്ജുദ് നമസ്കരിക്കുന്ന കാര്യവും അഭിവൃദ്ധിയുടെ അടയാളമാണ്. ആരംഭത്തിൽ അപ്രകാരം അത് ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനു വേണ്ടി ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടി വന്നു. എന്നാൽ പിന്നീട് ബലഹീനരായവർക്കും അതിന്റെ ശീലമുണ്ടായി. ഖുലഫ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഇസ്ലാം ശത്രുക്കളുടെ യുദ്ധത്തെ നേരിടാൻ വേണ്ടി മാത്രമല്ല കൽപ്പന നൽകിയത്, മറിച്ച് ചില സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ അതിക്രമത്തെ സഹിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ആരെങ്കിലും നിങ്ങളുടെ മുഖത്തടിച്ചാൽ തിരിച്ച് മുഖത്തടിക്കാനുള്ള അനുമതി ഉണ്ടെങ്കിലും പ്രതിക്രിയ ചെയ്യുന്നത്, പ്രതികാരം വീട്ടുന്നത് സാഹചര്യത്തിന് പ്രതികൂലമാണ് എന്ന് കണ്ടാൽ നിശബ്ദരാകാനും പറയുകയുണ്ടായി. ഇസ്ലാം അധ്യാപനം നൽകുന്നുണ്ട്. അപ്പോൾ മുഖത്തടി എന്ന് നിലയിൽ പ്രതികാരം ചെയ്യരുത് എന്ന് ആണ് ഇസ്ലാം അനുശാസിക്കുന്നത്. ഈ യുദ്ധങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ നൽകപ്പെടുന്ന തെളിവുകൾ കൊണ്ട് ഹദ്രത്ത് അബൂബക്കർ, ഹദ്രത്ത് ഉമർ, ഹദ്രത്ത് ഉസ്മാൻ എന്നിവർക്ക് മേൽ ഉന്നയിക്കുന്ന ശത്രുക്കളുടെ ആക്ഷേപത്തിന് തടയിടാൻ, അതിനെ പ്രതിരോധിക്കാൻ ഈ തെളിവുകൾ പര്യാപ്തമാണ്. ഹദ്രത്ത് അബൂബക്കർ അല്ല അതിക്രമം പ്രവർത്തിച്ചത്, അക്രമത്തിന് തുടക്കം കുറിച്ചത് എന്ന് തെളിയുന്നുണ്ട്. മറിച്ച് സീസർ ആയിരുന്നു അതിക്രമം പ്രവർത്തിച്ചത്. അതുപോലെ ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നില്ല അതിക്രമം പ്രവർത്തിച്ചത്, മറിച്ച് ഖുസ്റോ ആയിരുന്നു അതിക്രമം കാണിച്ചത്. ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നില്ല അതിക്രമം പ്രവർത്തിച്ചത്, മറിച്ച് അഫ്ഗാനിസ്ഥാന്റെയും ബുഖാരയുടെയും അതിർത്തികളിൽ താമസിക്കുന്ന
ഗോത്രവർഗക്കാരും കുർദികളുമായിരുന്നു അതിക്രമം പ്രവർത്തിച്ചത്. എന്നാൽ ഹജരത് അബൂബക്കർ അള്ളാഹുനു എന്തുകൊണ്ട് ശത്രുക്കൾക്ക് മാപ്പ് നൽകിയില്ല? ഹജരത് ഉമർ അള്ളാഹുനു എന്തുകൊണ്ട് അവർക്ക് മാപ്പ് നൽകിയില്ല? ഹജരത് ഉസ്മാൻ അള്ളാഹുനു എന്തുകൊണ്ട് അവർക്ക് മാപ്പ് നൽകിയില്ല എന്നതിനുള്ള തെളിവുകൾ ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള നിവേദനങ്ങൾ ലഭിക്കുന്നില്ല. യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ, അതായത് ശത്രു സൈന്യത്തിന്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ, വേണമെങ്കിൽ ഹജരത് അബൂബക്കറിന് സീസറിനോട് ഇപ്രകാരം പറയുമായിരുന്നു: നിങ്ങളുടെ സൈനികരിൽ നിന്നും ഇന്ന തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അവർ യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഭരണകൂടം ഞങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാപ്പ് നൽകുന്നതാണ്, അല്ലെങ്കിൽ മാപ്പ് അപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം സീസറിന് മുമ്പാകെ അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല. അതായത് നിങ്ങളിൽ നിന്നോ അതോ നിങ്ങളുടെ സൈന്യത്തിന്റെ ഒരു കൂട്ടരിൽ നിന്നോ ഇന്ന സന്ദർഭത്തിൽ അതിക്രമം നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ അധ്യാപനത്തിൽ ശത്രുക്കൾക്ക് മാപ്പ് നൽകണമെന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാപ്പിന് അപേക്ഷിച്ചാൽ ഞങ്ങൾ മാപ്പ് നൽകുന്നതിന് തയ്യാറാണ് എന്ന് എവിടെയും കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അവർ അവരുടെ ഭാഗത്തു നിന്നും അതിക്രമം പ്രവർത്തിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ നേരിടാനായി സന്നദ്ധത കാണിക്കുകയാണ് ഉണ്ടായത്, അതിനായി പുറപ്പെടുകയാണ് ഉണ്ടായത്. മുസ്ലിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. ആ മറുപടി യുദ്ധങ്ങൾ അവർ തുടർന്നു കൊണ്ടേ പോയി. സീസറിന്റെ സൈനികർ ഇറാഖിന്റെ അതിർത്തികളിൽ വന്ന് ആക്രമണം നടത്തിയപ്പോൾ രാഷ്ട്രീയപരമായി അതിനുശേഷം സഹാബാക്കളുടെയും സീസറിന്റെയും ഇടയിൽ യുദ്ധം അനുവദനീയമായി മാറിയിരുന്നു. എന്നാൽ അതായത് ഖുസ്രോവിന്റെ സൈനികർ ഇറാഖിന്റെ അതിർത്തികൾ ആക്രമിച്ചപ്പോൾ രാഷ്ട്രീയപരമായി സഹാബാക്കളുടെയും ഖുസ്രോവിന്റെയും ഇടയിൽ യുദ്ധം അനുവദനീയമായി മാറിയിരുന്നു. എന്നാൽ ധാർമ്മികപരമായി നോക്കുകയാണെങ്കിൽ ഹജരത് ഉമർ അള്ളാഹുവിന് ഖുസ്രോവിനോട് ഇങ്ങനെയും പറയാമായിരുന്നു: ചിലപ്പോൾ സീസർ ആയിരിക്കില്ല ഈ ആക്രമണത്തിന് കൽപ്പന നൽകിയത്, മറിച്ച് നിങ്ങളുടെ സൈനികർ സ്വന്തം ഇഷ്ടപ്രകാരം ആക്രമണം നടത്തിയതുമാകാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഈ ആക്രമണത്തെ കണ്ടില്ലെന്ന് വെക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളോട് മാപ്പ് അപേക്ഷിച്ചാൽ ഞങ്ങൾ അക്കാര്യത്തെ അവഗണിക്കാൻ തയ്യാറാണ്. അതുപോലെ നിങ്ങൾ അക്കാര്യത്തിൽ ലജ്ജ പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുകയല്ല ചെയ്തത്, മറിച്ച് യുദ്ധത്തിന് പകരം യുദ്ധം തന്നെയാണ് കാഴ്ചവെച്ചത്, ധീരത തന്നെയാണ് കാഴ്ചവെച്ചത്. അതുപോലെ ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ശത്രുക്കളോട് ഇങ്ങനെ പറഞ്ഞില്ല. അതായത് നിങ്ങൾ അതിക്രമം പ്രവർത്തിച്ചു എങ്കിലും ഞങ്ങളുടെ മതം അതിക്രമത്തിന് മാപ്പ് നൽകാനുള്ള അധ്യാപനവും നൽകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞില്ല. മറിച്ച് ആ അതിക്രമത്തെ നേരിടാൻ പെട്ടെന്ന് തയ്യാറാക്കുകയും സൈന്യത്തെ അയക്കുകയും ചെയ്തു, യുദ്ധം ചെയ്യുകയും ആ യുദ്ധം തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? ഹജരത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഏക കാരണം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹുവിന് അറിയാമായിരുന്നു, ബാഹ്യമായ ആക്രമണങ്ങൾ ഇല്ലാതാവുമ്പോഴൊക്കെ തന്നെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ, അതുപോലെ കുഴപ്പങ്ങൾ ഉടലെടുക്കുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് ഇത് സീസർ അല്ല ഈ ആക്രമണം നടത്തിയത്, മറിച്ച് അള്ളാഹു ആണ് അവരെ കൊണ്ട് ആക്രമണം നടത്തിപ്പിച്ചത് എന്നാണ്. അങ്ങനെ മുസ്ലിങ്ങൾ ഈ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് തങ്ങളുടെ സംസ്കരണത്തിലേക്ക് ശ്രദ്ധിക്കട്ടെ എന്ന് അദ്ദേഹം കരുതി. അതുപോലെ തങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ജീവിതവും അതുപോലെ ഒരു സമൂല പരിവർത്തനവും വരുത്തട്ടെ എന്ന് അദ്ദേഹം കരുതി. അതുപോലെ ഹജരത്ത് ഉമർ റളിയല്ലാഹു മനസ്സിലാക്കിയത് ഖുസ്റോ അല്ല ആക്രമണം നടത്തിയത്, മറിച്ച് അള്ളാഹു ആണ് ആക്രമണത്തിനുള്ള വകവെച്ചത് എന്നാണ്. കാരണം മുസ്ലിങ്ങൾ അശ്രദ്ധരും അലസരുമായി ഭൂമിയിൽ അധപ്പതിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ലൗകികതയിൽ അവർ മുഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുപോലെ മുസ്ലിങ്ങൾ എല്ലാ സമയവും നിതാന്ത ജാഗ്രത പുലർത്താനും ഉണർവും ആവേശവും കാണിക്കുവാനും വേണ്ടിയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹജരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നന്നായി അറിയാമായിരുന്നു ചില ഗോത്രവർഗങ്ങളല്ല മുസ്ലിങ്ങൾക്ക് മേൽ ആക്രമണം നടത്തിയത്, മറിച്ച് അള്ളാഹുവാണ് ആക്രമണം നടത്തിയത്. അത് മുഖേന മുസ്ലിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും അവരുടെ ഉള്ളിൽ ആത്മീയ മാറ്റം ഉണ്ടാവുന്നതിനും പുതുജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് അപ്രകാരം സംഭവിച്ചതെന്ന് അദ്ദേഹവും മനസ്സിലാക്കിയിരുന്നു. ഇക്കാര്യം ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തന്റെ ഒരു ഖുതുബയിൽ പറഞ്ഞതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹജരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തുടർന്ന്
ഇക്കാര്യം കൂടി വിളംബരം ചെയ്യുന്നുണ്ട്. ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വിഷമതകളും ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. വിഷമങ്ങളിലോട്ട് നാം കടന്നു പോകാറുണ്ട്. അത് ആത്മീയമായ അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയാണ്. ഇക്കാര്യം ഇന്നും നമ്മൾ ഓർമ്മ വെക്കുകയാണെങ്കിൽ ഈ മുസീബത്തുകളും അതുപോലെ കഷ്ടതകളും അരിഷ്ടതകളും നമ്മെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് നയിക്കുന്നതിന് കാരണമായി തീരേണ്ടതാണ്. അത് മുഖേന നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യമാണ്, അള്ളാഹുവുമായുള്ള ബന്ധമാണ് ലഭിക്കേണ്ടത്. ഇത് തന്നെയാണ് പിന്നീട് വിജയത്തിനുള്ള മാർഗമായി തീരുന്നത്. അഥവാ ഇക്കാര്യങ്ങളിൽ നമ്മൾ പിന്നിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ സംസ്കാരത്തിന് നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അഭിവൃദ്ധി ഉണ്ടാകുകയില്ല. അഭിവൃദ്ധി ലഭ്യമായാൽ പിന്നീട് കഷ്ടപ്പാടുകൾ അവസാനിച്ചാലും നമ്മുടെ ബന്ധം അള്ളാഹുവുമായി സ്ഥിരമായി നിലനിർത്തേണ്ടതാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി അള്ളാഹുവിലേക്ക് കൂടുതലായി ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ ആത്മീയമായ ഉയർച്ച അതുപോലെ ആത്മീയമായ ഉന്നമനം എന്നിവയിലേക്ക് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു എഴുതിയിരിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് വേണം കരുതാൻ. ഇക്കാര്യമാണ് എല്ലാ അഹമ്മദികളും ഇക്കാലത്ത് നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.